Krishna Hare 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 Rama 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 Hare Hare Krishna Krishna Hare 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 Rama Hare 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 Krishna 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 Hare 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 Krishna Krishna Hare Berhadiran
നൊന്തു പ്രാർത്ഥിക്കും നേരമെപ്പോഴും നെഞ്ചിൽ സാന്ത്വനമേകണേ. അക്ഷയാമൃതവാരിധി എന്നിൽ അറിവായെന്നും വിളങ്ങണേ. അറിവായെന്നും വിളങ്ങണേ. അറിവായെന്നും വിളങ്ങണേ. അറിവായെന്നും വിളങ്ങണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ഒരുമിച്ചു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മയെ കണ്ടു തൊഴുന്നേ എൻ്റെ അമ്മയെ കണ്ടു തൊഴുന്നേ. പാട്ടുകൾ പാടി തൊഴുന്നേ. അമ്മയുടെ നാമങ്ങൾ പാടി തൊഴുന്നേ. അമ്മയെ കണ്ടു തൊഴുന്നേ. എൻ്റെ അമ്മയെ കണ്ടു തൊഴുന്നേ. പാട്ടുകൾ പാടി തൊഴുന്നേ. അമ്മയുടെ നാമങ്ങൾ പാടി തൊഴുന്നേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അപ്പോൾ ചൊല്ലുന്നു അക്ഷരക്കൂട്ടങ്ങൾ എൻ്റെ അമ്മയ്ക്കു അപ്പോൾ ചൊല്ലുന്ന അക്ഷരക്കൂട്ടങ്ങൾ എൻ്റെ അമ്മയ്ക്കു നാമങ്ങൾ ആയിരേ. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും എൻ്റെ അമ്മയ്ക്കു ആയിരേ. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും എൻ്റെ അമ്മയ്ക്കു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആരോരുമില്ലാത്തോർക്കാശ്രയമേകുന്ന ആദിപരാശക്തി കൈ തൊഴുന്നേ. ആരോരുമില്ലാത്തോർക്കാശ്രയമേകുന്ന ആദിപരാശക്തി കൈ തൊഴുന്നേ. ആയിരം നാവിൽ നീ അക്ഷരം നൽകിയിടും എന്നക്ഷരത്തെറ്റുകൾ മാറ്റിയിടേണേ. ആയിരം നാവിൽ നീ അക്ഷരം നൽകിയിടും എന്നക്ഷരത്തെറ്റുകൾ മാറ്റിയിടേണേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ
വിപ്രബോധ്യം വിശ്വവന്ദ്യം വിഷ്ണുശബ്ദോ പ്രിയം സുതം ചിത്രപ്രസാദവിഗതം ശാസ്താരം പ്രണമാമ്യഹം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. ദേശമംഗലം എന്ന സ്ഥലം, പമ്പൂരിനടുത്ത് ദേശമംഗലം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അത് എൻ്റെ സഹധർമ്മിണിയാണ്. ഞങ്ങൾ ഭാഗവതത്തിലേക്ക് വന്നിട്ട് 4-5 വർഷമായിട്ടേ ഉള്ളൂ. ഭഗവാന്റെ ആരാധന കൊണ്ട് സപ്താഹങ്ങളൊക്കെ അതുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അയ്യപ്പൻ നമുക്കൊരു ചാൻസ് തന്നു ഇവിടെ ചെയ്യാനായിട്ട്. ആ ഒരു സപ്താഹം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നിൽ അയ്യപ്പൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇത് 38ാമത്തെ വർഷമാണ് എന്ന് മനസ്സിലാക്കി. 38 വർഷം സപ്താഹം കേട്ട ആ സജ്ജനങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നതിൽ എനിക്ക് മഹാഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം എന്തെങ്കിൽ നിങ്ങളെല്ലാം ഈശ്വര സ്വരൂപികളാണ്. അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. തത്വമസി എന്നൊരു ആപ്തവാക്യം, ഈശ്വരനും ഞാനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാക്കാനാണ് ഈ ഭാഗവതം നമ്മുടെ എല്ലാ വർഷവും ഇവിടെ നടത്താറുള്ളത്. അതായത് ഭാഗവതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാനാണ് ഈ 7 ദിവസം കൊണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതില് പുരാതനമായ ഋഷീശ്വരന്മാർ നമുക്ക് ഈ ഭാഗവതം കഥകളിലൂടെ പറഞ്ഞു തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ, പരമാത്മാവ് എന്നൊക്കെ പറയും, അതൊക്കെ നമുക്ക് നാളത്തോടെ ബ്രഹ്മത്തെ പറ്റിയൊക്കെ പറയാം. ആ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ ജന്മാദ്യസ്യേതോന്മയാതിനത, ആ ഒരു ശ്ലോകം തന്നെ ആ ബ്രഹ്മത്തെ പറ്റി പറയുന്ന ശ്ലോകമാണത്. ആ എന്താണ് ബ്രഹ്മം എന്നുള്ള കാര്യം അതില് കൃത്യമായിട്ട് വർണ്ണിച്ചിരിക്കേണ്ട കാലത്ത് നമ്മൾ അടുത്ത ആ ശ്ലോകം ചെല്ലുമ്പോൾ നമുക്ക് പറയാം. നമ്മുടെ ഭാഗവത മാഹാത്മ്യം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുന്ദുകാരുടെ കഥയാണ് നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. അതല്ല, ഭാഗവതത്തില് ബ്രഹ്മത്തെ പറ്റി വളരെയധികം വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവത മാഹാത്മ്യമൊന്നും ഒരു 1-2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടുള്ളതല്ല. എന്നാലും ഉള്ള സമയം വെച്ചിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് ഒരധ്യായം വായിച്ച് ആ ഭാഗവത മാഹാത്മ്യം എന്താണ്, ആ ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്താണ് എന്ന് ചെറിയ രീതിയിൽ നമുക്ക് അതൊന്ന് എത്തി നോക്കാം. എന്തായാലും ആ ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് 6 അധ്യായം വായിക്കണമെന്ന് പറയുക. പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഉൾക്കണ്ടെങ്കിലും ഭാഗവതത്തിലെ മാഹാത്മ്യത്തിലെ ആദ്യത്തെ അധ്യായം തീർക്കാൻ പറ്റില്ല. ഈ മാഹാത്മ്യത്തിന്റെ ആ 6 അധ്യായങ്ങളെ കൊണ്ട് സപ്താഹം തന്നെ നടത്താൻ ഉള്ള 6 അധ്യായങ്ങളാണ് അതിനൊക്കെ ഉൾക്ക പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു അധ്യായം നമുക്ക് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അതിന്റെ അർത്ഥങ്ങൾ എന്താണ്, അതിന്റെ പൊരുളുകൾ എന്താണെന്നത് ആ 1ാമത്തെ അധ്യായം നമുക്ക് തുടങ്ങി വെച്ചിട്ട് ബാക്കി ആ 6 അധ്യായങ്ങളെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ആത്മതത്വങ്ങളും. ഇപ്പോൾ നമ്മുടെ ദുന്ദുകാരികളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ദുന്ദുകാരുടെ ഉള്ളിൽ ഇതെല്ലാം നമ്മുടെ ദുന്ദുകാരികളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്.
അതിന്റെ ആത്മതത്വം അറിയാൻ വേണ്ടിയിട്ടാണ് ഭാഗവത സപ്താഹങ്ങളൊക്കെ നടത്തുന്നതും അത് അറിഞ്ഞിരിക്കണം. എന്തെല്ലാമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഈ പ്രപഞ്ചത്തെ നമ്മളിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന യോഗമായാദേവി എന്ന അമ്മ, ആ അമ്മയുടെ വിക്ഷേപം ആവരണം എന്ന രണ്ട് ശക്തികളെ കൊണ്ടാണ് ഈ പറഞ്ഞ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നതും രക്ഷിക്കുന്നതും പാലിക്കുന്നതെല്ലാം. അതെല്ലാം ദേവി മഹാത്മ്യത്തിലും ദേവി ഭാഗവതത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് എന്താണ് അമ്മയാണ് പ്രകൃതി എന്ന് വരാം, എന്താണ് പ്രകൃതി. അതേമാതിരി നമ്മൾ കുറെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതായത് സത്യം എന്നതിന്റെ അർത്ഥം എന്താണ്, ഭഗവാൻ അർത്ഥം എന്താണ്, ഈശ്വരൻ അർത്ഥം എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് മുമ്പാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ അന്ധകരണം എന്ന് പറഞ്ഞ ആരോപണമുണ്ട്. അതായത് ബുദ്ധി എന്താണെന്ന് അറിയണം, സത്യം എന്താണെന്ന് അറിയണം, ചിത്ത എന്താണെന്ന് അറിയണം, അഹങ്കാരം എന്താണെന്ന് അറിയണം. അതെല്ലാം നമുക്ക് ഉൾക്കണ്ണുകളാണ്. ആ ഉൾക്കണ്ണുകൾ നമ്മൾ എങ്ങനെ നമുക്ക് സൃഷ്ടിക്കപ്പെടാൻ സാധിക്കും, ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഭാഗവതത്തിൽ നമ്മൾ തത്വരൂപത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെല്ലാം നമുക്ക് വഴിയെ 7 ദിവസം കൊണ്ട് പറഞ്ഞില്ലേ, ബ്രഹ്മത്തെ പറ്റിയിട്ട് ഞാൻ ആരാകുന്നു ആയി എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഭാഗവതം നമുക്ക് കഥകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആ കഥകളിലൂടെ അതിന് തത്വങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആവുന്ന രീതിയിൽ നമുക്ക് വർണ്ണിക്കാം. ആദ്യം തന്നെ ഈ ഭാഗവത മാഹാത്മ്യത്തിലെ അധ്യായം നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ കൃതാസുതം. അഥ പ്രഥമോധ്യായ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താവത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവചന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദോ തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. നൈമിഷേ സൂതമാസീനമതിവാദ്യ മഹാമതി കഥാമൃതരസാസ്വാദകുശലശൗനകോ ബ്രവീത്. ശൗനക ഉവാച അജ്ഞാനത്വാന്തവിദ്യ സർവസിദ്ധാന്തനിഷ്പന്നം സംസാരമയനാശനം ഭക്ത്യോഹവർദ്ധനം കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ വിദാസ്യാമി സാവധാനതയാശ്നോ കാലവ്യാളം ഗഗ്രാസത്രാസനിർമാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കരോഹീലേന ഭാഷിതം ഏതസ്മാദവരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് പരീക്ഷിതേ കഥാം വക്തും സവായം സംസ്ഥിതേഷുലേ സുധാകുംഭം ഗൃഹീത്വൈവത്യവാസ്തത്ര സമാഗമൻ ശുഗം ലബ്ധ്വാവദൻ സർവേ സവാരെ കുശലാസുരാൻ സദാസുതാം പ്രയച്ഛ സഗൃഹീതേവ സുതാം മാം ഏവം വിനിമയേ ജാതേ സുതാരാജ്ഞാ പ്രമീയതാം പ്രവാസ്യാമോമയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ത്വത്സുതാ പത്ഥാലോകേ ത്വത്താജപ്പമണിർമഹാ ബ്രഹ്മരാഗോ വിചാരേവം തഥാ ദേവാന്യഭാസഃ അപത്താം താം ച വിജ്ഞായ ന ദദൗ സകലാമൃതം ശ്രീമദ്ഭാഗവതേ വാർത്താസുരാണാമപി ദുർലഭം രാജ്ഞോ മോക്ഷം തഥാവീക്ഷ്യ പുരാതാരാവിസ്മിത സത്യലോകേ തുലാം ഗത്വാ തോലയത് സാധനാന്യജാ ഭൂജന്യാനുജാതാനി ഗൗരവേണ ഇദം മഗത് തഥാ ഋഷിഗണാ സർവേ വിസ്മയം പരമം ധീയും മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ഗലം പഠനാശ്രവണാ സദ്യോ വൈകുണ്ഠം സപ്താഹേന സുഖം ചെയ്ത സർവദാ മുക്തിദായകം സനജാതീപുരാ പ്രോക്തം നാരദായ ദയാപരേയും യദ്യപി ബ്രഹ്മസംബന്ധാത് ശുദ്ധവേദസ്യ ദർശിന സപ്താഹശ്രവണവിധി കുമാരേ തസ്യ ഭാഷിതാ വർഷപ്രഭുവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ സ്ഥിരസ്യ ച വിദിശ്യതേ ഉദപ്രീതി സംയോഗപുത്രതൈ സഹ സൂതോവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം പ്രധാനകം ശുഭേ. ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ഭക്തിദാന സമാഗമോ നാമ പ്രഥമോധ്യായ. സർവത്രയോവിതനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ഈ 7 ദിവസം കൊണ്ട് നമുക്ക് എന്താണ് ഭാഗവതത്തെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം.
അതായത് ഇന്നത്തെ തലമുറ, അതായത് ഇപ്പോ ജൻസി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഇന്നത്തെ തലമുറയുടെ ചോദ്യങ്ങൾ നമുക്കൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങൾ അവരുടെ അടുത്തുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് അത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതിന്റെ ഉത്തരം. അപ്പൊ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഉണ്ടാകും വളരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്നു പോരാ. അതായത് നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് അവരുടെ ആദ്യം അവരുടെ ചോദ്യങ്ങളിലേക്ക് പോയി നോക്കി നോക്കാം. അതിന് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഭാഗവതം പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ തലമുറയുടെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വരനുണ്ടോ? വലിയൊരു ചോദ്യമാണ്. ഈശ്വരനെ കാണാൻ പറ്റുമോ? അതിലേറെ വലിയൊരു ചോദ്യമാണ്. ഇനിയിപ്പോ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണാം? ഇല്ലേ, നോക്കി നോക്കുന്നതൊക്കെ നമ്മുടെ ചോദ്യങ്ങളുണ്ട്. അമ്മ സപ്താഹത്തിന് പോകുന്നുണ്ട്. എന്തിനാ സപ്താഹം? ഭാഗവതം കേട്ട് എന്താ പഠിക്കണം? എന്തിനാ? അതായത് ഒരു സംശയം പറഞ്ഞു തരൂ. വേദങ്ങൾ പറയുന്നത് പ്രപഞ്ചം സൃഷ്ടിച്ചത് ഭഗവാനാണ്, എല്ലാം ഭഗവാന്റെയാണ്. അതുമാതിരി പ്രപഞ്ച വസ്തുക്കളെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ നിർമ്മിച്ച പ്രപഞ്ച വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയ പായസം എന്തിനാണ് ഭഗവാൻ നിവേദിക്കുന്നത്? ഭഗവാന്റെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളെന്താ ഉത്തരം പറയാം? ഇല്ല, നല്ലൊരു ചോദ്യം. അതുമാതിരി ഈ നിവേദ്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 10 അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 നമ്മളെന്നെ തിന്നണം, ഭഗവാൻ അല്ല തിന്നണം. ഭഗവാൻ ഒരെണ്ണം എടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ശരിയാണെന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞത്. നിങ്ങൾ 7 ദിവസം നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതേമാതിരി ചോദിക്കാറുണ്ട്, അതായത് ഈ നെയ്യഭിഷേകം എന്തിനാ ചെയ്യണത്, പാലഭിഷേകം എന്തിനാ ചെയ്യണത്, തേൻ കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്, ഇതൊക്കെ വെറുതെ പാലൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയല്ലേ എന്നുള്ളൊരു ചോദ്യം അതുകൊണ്ട്. അവര് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആ ഒരു സംസ്കാരം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഭാഗവതത്തില് കൃഷ്ണദേവൻ തന്റെ മക്കളായ 100 മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന സംസ്കാരത്തെ പറ്റിയൊക്കെ വർദ്ധിക്കുന്നുണ്ട്. വരും 2 ദിവസത്തിനോടൊക്കെ വരും കൃഷ്ണദേവന്റെ ഉപദേശങ്ങളൊക്കെ. ഇപ്പൊ 100 കുട്ടികളൊന്നും കാണാനില്ല അവിടെ, ഇല്ലേ? എല്ലാവരും അമ്മമാരെ പറഞ്ഞയച്ചു. അവരിപ്പോ തിരക്കായിരിക്കും, ഇല്ലാത്തവരെ ഓടിക്കൊണ്ടിരിക്കും. അത് യാതൊരു സംശയം. ഞാൻ കുറ്റം പറയില്ല, കുട്ടികളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവരുടെ ചോദ്യം വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല. അതെന്താ കാരണത്തിലുണ്ട്? ഇപ്പൊ ഭദ്രകാളി എന്താ രൂപം എന്ന് പറഞ്ഞാൽ കണ്ടതിന്റെ പേടിയാവുന്ന അവർ പറയാ. നാവ് പുറത്തേക്ക് ഇട്ടിട്ട് രക്തം കുടിക്കണം, ഈശ്വരൻ ഹിന്ദുക്കൾക്കുണ്ടോ? ഇതൊക്കെയാണ് അവരുടെ സംശയങ്ങള്. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ വൈദ്യ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പാലഭിഷേകങ്ങൾ ചെയ്തൊരു അമ്പലങ്ങളൊക്കെ കൊണ്ട് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അതിനെക്കാട്ടുള്ള പാവങ്ങൾക്ക് വലുത് കൊടുത്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം അതുകൊണ്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ചോദിക്കും, ഈ വിളക്ക് എത്തിച്ചിട്ട് എണ്ണയും തീയും എന്തിനാണ് വെറുതെ ചെലവാക്കുന്നത്? ആ പൈസ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? പിന്നെ വേറൊരു ചോദ്യം, ഇതൊക്കെ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ്. അതായത് സാധാരണ കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ടിട്ട് ഞാനത് നോക്കി വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആരോ കൊണ്ടുപോയിട്ട് ഭഗവാന് ഒരു താർ ജീപ്പ് കൊടുത്തു, വലിയൊരു ജീപ്പ്, വില കൂടിയ താർ ജീപ്പ് കൊടുത്തു. ഗുരുവായൂരപ്പത് ഓടിക്കൂ? ചോദ്യം. അതുമായി തുലാഭാരം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനാ, എന്തായാലും ഗുണത്താ? കുറെ ഉത്തരങ്ങളുണ്ട്. അതേമാതിരി ഇപ്പൊ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശബരിമലയിലെ സ്ത്രീകൾ കയറിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും ആർക്കും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല അതിനടുത്തിട്ട്. അപ്പോൾ ഇതിന് പറയും, ഈ ഭക്തിയുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ എന്തിനാണ് അമ്മയെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എന്ത് പറയും? ഈ പോയിട്ട് പഠിച്ചാൽ ഇപ്പൊന്നും പറയാൻ ഓർത്തില്ല. പറയണം, മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതാണ് ഭാഗവതത്തിൽ നമ്മൾ ഈ 7 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാണ് മനസ്സിലാക്കണം. ഇപ്പോ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയി എല്ലാവരും ഫോട്ടോ ഒക്കെ
ഇപ്പൊ നമ്മൾ നാളത്തെ ഫോട്ടോ എടുത്തു, നാളത്തെ പേപ്പറിലോ നമ്മൾ ആരും തപ്പുക, ആരും നോക്കുക, നമ്മൾ ആദ്യം നോക്കുക ഞാൻ എവിടെ നിൽക്കണത്, ഞാൻ എന്താ എങ്ങനെ നിൽക്കണതില്ല നമ്മൾ നോക്കുക, ഞാൻ ആരുടെ കീഴിലാണ് നിൽക്കണത്. ഇല്ലേ, നമുക്കൊരു ചിന്തയൊക്കെ നമുക്ക് വരാറില്ലേ? അതേമാതിരി ഒരു വിവാഹ ഒരു കല്യാണത്തിന് പോയി ഫോട്ടോ എടുത്തു, ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോൾ കല്യാണാൽബം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ ആരും നോക്കുക, ആദ്യം നമ്മളെ നോക്കുന്നു. ആലോചിച്ചപ്പോ എന്തുകൊണ്ട് നമ്മളങ്ങനെ നമ്മളെ നോക്കണം? അത് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ഞാനെന്ന ഭാവം നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെ നമ്മൾ നോക്കണത്? കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. അപ്പൊ ഈ കണ്ണ് എവിടുന്നാണ് ഉണ്ടായത്? അത് നോക്കണം. എങ്ങനെയാണ് കണ്ണുകൊണ്ട് നമുക്ക് നമ്മള് വർക്ക് ചെയ്യണത്? കണ്ണ് ഒരു സാധനത്തിന്റെ വളക്കാണെന്നുള്ളത് നമുക്ക് എവിടെ വെച്ചിരിക്കണം? ഇതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളുണ്ട്. അതാണ് അന്ധകരണങ്ങൾ പറഞ്ഞ 4 ഉണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറഞ്ഞ 4 ഉണ്ട്. ആ 4 പറ്റിയിട്ട് ഞാൻ 1 മണിക്കൂർ ക്ലാസ് തരാറുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടാൻ പറ്റും, യാതൊരു ചാൻസുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലാത്ത ഭഗവാനുള്ള കാശിയുള്ള ചോദ്യം, അടുത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചു, ആചാര്യ, കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ ആദ്യം ഉണ്ടായത്? എന്താ ചോദിച്ചത്? കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ? ഒന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ആർക്കും ഉത്തരം പറയാൻ പറ്റും? അതിന്റെ ഉത്തരമുണ്ട്, ഇല്ലെന്നൊന്നുമില്ല, ഉത്തരമുണ്ട്. അത് പറയാം. അത് കപിലവാസുദേവൻ പറയുന്നുണ്ട്, ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കോഴിയുണ്ടായ ആദ്യം മുട്ട ഉണ്ടായിരുന്നു. അതിൽ അഭിനോപദേശം പറയുമ്പോൾ പരമാവധി പറയാം. ഇതിന്റെ ഒക്കെ എല്ലാ ആൻസറുകള് കഥയല്ലാത്ത രൂപത്തിലൂടെ, തത്വരൂപത്തിലൂടെ നമുക്ക് എല്ലാം ഭാഗവതം നമുക്ക് വിളമ്പി തരുന്നുണ്ട്. നമ്മളത് കഴിക്കുന്നത് രീതി ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു കുട്ടിക്ക് കയപ്പേറിയ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഗുളികയെ പിടിച്ചിട്ട് പഞ്ചസാരയിലൊന്ന് ഊറ്റി കൊടുത്ത് അത് പഞ്ചസാര വെച്ചിട്ട് ഉള്ളിക്ക് ചെല്ലും. അതുപോലെയാണ് ഭാഗവതത്തിൽ, അതായത് ഭാരതീയ ഋഷീശ്വരന്മാര് നമുക്ക് ഭാഗവതം രചിച്ചു തന്നിരിക്കുന്നത്, വേദങ്ങൾ രചിച്ചു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കഥകളിലൂടെ, ഇപ്പൊ പരീക്ഷത്തിന്റെ കഥകളിലൂടെ ആ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗവത തത്വങ്ങളെയൊക്കെ അതൊരു കഥകള് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കഥകളിലൂടെ ആ പ്രപഞ്ച രഹസ്യങ്ങളെ അതിനെങ്ങനെയാണ് ഇപ്പോ കൃഷ്ണന്റെ രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. കൃഷ്ണനുണ്ടോ? ഇല്ലേ? എന്നാൽ ഭാഗവതം പറയുന്നു കൃഷ്ണനില്ല, കൃഷ്ണൻ രൂപമില്ല, ഭാവമില്ല, വേദമില്ല, നവമില്ല, ഒന്നുമില്ല. എന്താ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പറയുന്നത്? ഭഗവാനെ രൂപട്ടോ? ഭഗവാനെ കാണാൻ പറ്റുമോ? ഒരു ചോദ്യം, ഭഗവാനെ കാണാൻ പറ്റുമോ? ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരിക? ഗുരുവായൂരപ്പനെ പോയിട്ട് കാണാൻ പോയിട്ട് എന്താ ഓർമ്മ വരിക? എന്താ ഗുരുവായൂരപ്പന്റെ രൂപം നമ്മൾ കാണുന്നത്? ഒരു ചെറിയ ഉണ്ണി കാണല്ലേ? അവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. 4 കൈകളിലും ശങ്കരൻ പറഞ്ഞിട്ടുള്ള മഹാവിഷ്ണുവാണ്. പക്ഷെ നമ്മളെന്താണ് അത് അങ്ങനെ പൂന്താനം അതേമാതിരി എല്ലാവരും കൂടിയിട്ട് ആ ഭഗവാനെ പോയിട്ട് കുട്ടിയുടെ രൂപത്തിലാക്കിയിട്ട് ദശമസ്കന്ധത്തിലെ നാരായണീയൊക്കെ നിങ്ങൾ ഇവിടെ വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. എല്ലാ പലങ്ങളിലും നാരായണീയം വായനുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ചെറിയൊരു കുട്ടിയുടെ രൂപം എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഓടിക്കൊണ്ട് വരുന്നത്? അങ്ങനെ ആക്കി തീർത്തു. എന്നാ അവിടെ മഹാവിഷ്ണു അല്ലേ? അവ നമുക്ക് ആ മഹാവിഷ്ണു ആരാന്ന് അറിയണ്ടേ? അതുമാതിരി പരമേശ്വരനെ ഞാൻ ആരെ പൂജിക്കേണ്ടത്? പരമേശ്വരനെ പൂജിക്കണോ? ബ്രഹ്മാവിനെ പൂജിക്കേണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ബ്രഹ്മാവിനെ ഒരു എക്സംഷൻ കിട്ടി ഇല്ലേ? അവരൊരു ഉദാഹരണം ഉണ്ട്. 5ാമത്തെ അവർ പുള്ളിയെടുത്ത കാരണം കൊണ്ട് ബ്രഹ്മാവിനെ പൂജിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. ബ്രഹ്മാവിന്റെ അമ്പലങ്ങളില്ല, പക്ഷേ ശിവന്റെ അമ്പലങ്ങളുണ്ട്. ഇപ്പൊ ശിവന്റെ രൂപം വെച്ച് പൂജിക്കണോ? ശിവലിംഗം വെച്ച്. അപ്പൊ ആദ്യം ശിവലിംഗം പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ശിവലിംഗം എന്ന് പറഞ്ഞെങ്കിൽ ലിംഗം എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നേ അർത്ഥമുള്ളൂ. നമ്മുടെ ചിന്തകൾ വേറെ കാണുന്നത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ സ്ത്രീലിംഗം എന്ന് പറഞ്ഞെങ്കിൽ എന്താ നമ്മൾ വിചാരിക്കുക? ഒരു സ്ത്രീയുടെ സ്വരൂപം. പുല്ലിംഗം എന്ന് പറഞ്ഞെങ്കിൽ ഒരു പുരുഷന്റെ സ്വരൂപം. ശിവലിംഗം പറഞ്ഞാൽ ശിവന്റെ സ്വരൂപം. ശിവന്റെ സ്വരൂപം എന്തുകൊണ്ട് ഇങ്ങനെ സിലിണ്ടർ വെച്ചാൽ മാന്തിയായി തീർന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ത്രിഗുണങ്ങളെ പറ്റി മനസ്സിലാക്കണം, അവസ്ഥാത്രയങ്ങളെ പറ്റി മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ വെറും കഥകൾ കേട്ട് പോയോണ്ട് നമുക്ക് ഭാഗവതം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നാളെ തൊട്ടിട്ട് 7 ദിവസം എല്ലാ കാര്യങ്ങളും നിവർത്തി വെച്ചുകൊണ്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പറയാൻ ഉള്ള പുസ്തകമാണ് ഭാഗവതം. ആ രഹസ്യങ്ങൾ പറയാം. ഭാഗവത രഹസ്യം എന്താ പറയാ? ആ രഹസ്യങ്ങളൊക്കെ നമ്മൾ
മനസ്സിലാക്കി വയ്ക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതുമാതിരി ഈ കുട്ടികളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഭദ്രകാളിയെ കണ്ടതിന്റെ പേടിയാവുമെന്ന് പറഞ്ഞു ഇല്ലേ. ഇത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ലോജിക്ക് എന്താണെന്നൊരു ചോദ്യമൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. ഇപ്പോ അവരൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്, അതായത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു അപൂർവ ശക്തിയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അവർക്കറിയാം. അത് ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്ത് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അതിലേക്ക് നിങ്ങളൊക്കെ ബിഗ് ബാങ് പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ഈ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മഹാവിസ്ഫോടനം, ഒരു പൊട്ടല് എന്ന് അർത്ഥം വരുന്നുള്ളൂ. മഹാവിസ്ഫോടനം. എന്തിനാ നമ്മള് വഴിപാട് പോയിട്ട് നമ്മുടെ അടുത്ത് പോയി കഴിക്കുന്നത്? അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം. പാരവശ്യം നമ്മൾ എന്തിനാ ചെയ്യുന്നത്? അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ഇങ്ങനെ അതാ പറഞ്ഞത് അവരുടെ ചോദ്യങ്ങൾ ഈ വിവേചനമായിട്ടൊക്കെ വിവേചിക്കുന്നവരൊക്കെ എന്തിനാണ്? ഇനി ചോദ്യം, അടുത്തൊരു ചോദ്യം, മറ്റൊരു ചോദ്യം, സ്വർഗം നരകമുണ്ടോ? സ്വർഗത്തിൽ പോയാൽ ആരെങ്കിലും ഉണ്ടോ? താൻ പോയിട്ടുണ്ടോ? ചോദ്യം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാ? അതുമാതിരി ഇതൊക്കെ ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ ആ ഉത്തരം കാണാൻ പറ്റാത്ത വിഷമിക്കുന്ന മാതാപിതാക്കളാണ് നമ്മളൊക്കെ. ഇത് സംശയമില്ല. ചോദ്യങ്ങൾ ചോദിക്കണം, പക്ഷേ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരമാണ് അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഭാഗവതം ചുരുങ്ങിയ സമയം കൊണ്ടെങ്കിലും കേൾക്കണം. ഭാഗവതം 7 ദിവസം കൊണ്ടൊന്നും മതിയാകില്ല. 70 ദിവസം പോലെ 700 ദിവസങ്ങൾ ചെയ്താൽ പോലും നമുക്ക് അതിന്റെ ഒരു ഭാഗത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ് വേണ്ടത്. അപ്പോ അതാണ് നമുക്ക് വേണ്ടത്. ഈ 7 ദിവസം കൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഭാഗവതങ്ങൾ നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മള് എല്ലാവരും പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ. അമ്മയ്ക്ക് സ്ഥാനം ഒന്നാമത്തെ സ്ഥാനം, രണ്ടാമത്തെ സ്ഥാനം അച്ഛൻ ഇല്ലേ പിത, മൂന്നാമത്തെ സ്ഥാനം ഗുരുവിന്, നാലാമത്തെ സ്ഥാനം ഈശ്വരന്. എന്തേ നാലാമത്തെ സ്ഥാനം ഈശ്വരനായത് ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ? ഇതെല്ലാം നമ്മളുടെ ഇതിലെല്ലാം തത്വങ്ങളുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞെങ്കിൽ അതായത് ഒരു കുട്ടിനെ പ്രസവിക്കുന്നത് ജനനിയാണ്. അത് കാരണം അമ്മ എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്ത് പറഞ്ഞിട്ട് വരിക? എന്ന് പറഞ്ഞിട്ട് അമ്മയെ പറഞ്ഞിട്ട് കണ്ടുകൊണ്ട് വരിക അല്ലേ. ആദ്യം ആ കുട്ടി മനസ്സിലാക്കേണ്ടത് അമ്മയെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് ജനനി എന്ന് പറയുന്നത്, ജനിപ്പിക്കുന്നവൾ. ആ ഒരു ഭാഗ്യം കൊടുത്തിരിക്കുന്നത് ഭഗവാൻ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ അമ്മയാണ് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത്. കുട്ടി ഇത് നല്ല അച്ഛനാണ് കേട്ടോ ഇല്ലേ, അച്ഛ അവരുടെ വിളിച്ചോട് പറയാറില്ല, ഇതാ അച്ഛൻ വന്നിറക്കണം. അങ്ങനെ കുട്ടി കണ്ട് ഒരാളെ അച്ഛനായിട്ട് ആ കുട്ടി മനസ്സിലാക്കി. ആ കുട്ടി എന്ത് വിളിക്കാൻ തുടങ്ങും? അമ്മ എന്ന് വിളി മാറ്റി അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മയും അച്ഛനും 5 വയസ്സ് വരെ അവരെ സ്നേഹിച്ചും കൊണ്ട് ജീവിക്കും. 5ാമത്തെ വയസ്സിലേക്ക് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് അച്ഛനാണ്. ഇന്നത്തെ കാലത്തല്ല, പണ്ടത്തെ കാലത്തൊക്കെ ഇന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയി അച്ഛനെ കൊണ്ടുപോയിരുന്നത്. ഈ പണ്ടത്തെ കാലത്ത് അമ്മമാരൊന്നും പുറത്തിറങ്ങില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം വലിയ വേദനകളെ പറയും, വിധാനമാരെ എന്നൊക്കെ പറയുന്നത് പറയുകയൊക്കെ ചെയ്യും. വലിയ വലിയ കോലാഹലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അതിന് അർത്ഥം മനസ്സിലാവാത്ത കാരണം കൊണ്ടാ. അതായത് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരെ കാണിച്ചു തരുന്നത്? ഒരു ഗുരുവിനെയാണ് അച്ഛൻ കാണിച്ചു തരുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകാശം കൊടുക്കുന്നവൻ എന്നർത്ഥം ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു, അച്ഛൻ ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നു, ഗുരു ആരെ കാണിച്ചു കൊടുക്കും? ഈശ്വരനെ കാണിച്ചു കൊടുക്കും. ആണല്ലേ? അതല്ലേ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. നമ്മളെന്താ? അമ്മ, അച്ഛൻ, ഗുരു, ഈശ്വരൻ. അങ്ങനെ പോരാ. ഇതിനൊക്കെ ഓരോരോ താത്വിക ഭാവങ്ങളും. ഭദ്രകാളി തന്നെ നമുക്ക് പോയിട്ട് ഭദ്രകാളിയുടെ രൂപത്തെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് തന്നെ പേടിയാവും അല്ലേ. എന്താ അമ്മ കാണിച്ചു വെച്ചിരിക്കണത്? നാവ് പുറത്തൊക്കെ വിട്ടിട്ട് എന്താ ചെയ്തിരിക്കണത്? കടിച്ചു പിടിച്ചിരിക്കുകയാണ് അല്ലേ. ഒന്ന് വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അമ്മ നമുക്ക് ഒരു ഉപദേശം തരാണ്. മകനെ, നീ നിന്റെ നാവിനെ അടക്കിക്കോ.
അല്ലെങ്കിൽ നിനക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുക്കുണ്ടാകുന്ന നാവാണ് ഇല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്താ? ഈ നാവല്ലേ? ആ നാവ് നമ്മള് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അമ്മ കാണിച്ചു തരുന്നത്. അതേമാതിരി അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേടിപ്പിക്കുന്ന ഭാവമല്ല അമ്മ ചെയ്യണത്. അമ്മ നല്ല ഒരു രൗദ്രഭാവത്തിലൊന്നല്ല അമ്മ നിൽക്കണത്. അത് ആ അമ്മയുടെ കണ്ണിലേക്ക് നമ്മൾ തീക്ഷ്ണമായി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ കണ്ണിലൂടെ നമുക്ക് എന്ത് കിട്ടും? അമ്മ ജ്ഞാനം നമുക്ക് വളർത്തി തരും. പക്ഷെ നമ്മൾ പേടിയോട് കൂടിയിട്ട് ഇപ്പൊ നമ്മളെ ഒരാൾ അടിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ ഒന്ന് തൊഴുതു നിന്ന് നോക്കി നോക്കൂ, അയാൾ അടിക്കില്ല. അടിക്കാൻ ദേഷ്യപ്പെട്ടിട്ട് വരുന്ന ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് തിരിച്ചു വന്നോണ്ട് അപ്പൊ അടി കിട്ടും. എന്നാൽ ഒന്ന് തൊഴുതു നിന്നിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അടിക്കില്ല. അതേമാതിരി അങ്ങനെ അമ്മയെ കാണുമ്പോൾ ആ പേടിപ്പിക്കുന്ന രൂപത്തിലല്ല അമ്മയെ കാണേണ്ടത്. അമ്മ എന്റെ അമ്മയാണ് എന്നുള്ള ഭാവത്തു കൂടെ നമ്മൾ കാണണം. കാണുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അമ്മയോടുള്ള പേടി മാറും. ആ പേടി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അമ്മ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് എന്താണ് ബ്രഹ്മം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അമ്മയോട് പേടി മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭക്തിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഭയം. ഇപ്പൊ ഭയത്തിന്റെ മീനിങ് എന്താ? ഭക്തിയുടെ മീനിങ് എന്താ? ജ്ഞാനത്തിന്റെ മീനിങ് എന്താ? വൈരാഗ്യത്തിന്റെ മീനിങ് എന്താ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? 38 വർഷമായി സപ്താഹം നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ നമ്മളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ആദ്യം 10ാം ക്ലാസ്സിലെ സബ്ജക്ട് പഠിക്കും. നമ്മള് നഴ്സറി സബ്ജക്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പോരാ, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു സുപ്രഭാതം കൊണ്ടൊന്നും ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മനസ്സിലാവാതിരിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗവതം സത്യമാണ്, പരമമായ സത്യമാണ്. സത്യം പരം ധീമഹി എന്ന ആപ്തവാക്യം തുടങ്ങി സത്യം പരം ധീമഹി അവസാനിക്കുന്നതാണ് ഈ ഭാഗവത തത്വം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവത മാഹാത്മ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഇതിലെന്നെ കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ബുദ്ധാസുതം എന്ന് പറഞ്ഞു. അതായത് കൃഷ്ണൻ, അതായത് നാരായണനായ കൃഷ്ണന് ആരാണ്? നാരായണനായ കൃഷ്ണന് നമസ്കാരം. അതായത് കൃഷ്ണം നാരായണം വന്ദേ. പിന്നെ വ്രജപ്രിയം, അതായത് വ്രജത്തില്, വ്രജം എന്ന് പറഞ്ഞെങ്കിൽ അത് ഗോകുലം, ഗോകുലത്തില് പ്രിയനായിരിക്കുന്ന ആരാ? ഗോകുലത്തെ പ്രിയനായിരിക്കുന്നത് കൃഷ്ണനല്ലേ? ആ കൃഷ്ണന് നമസ്കാരം. കൃഷ്ണൻ ദ്വൈപായനം, ദ്വൈപായനം പറഞ്ഞ ആരാണ്? ദ്വൈപായനം പറഞ്ഞെങ്കിൽ വ്യാസൻ. കൃഷ്ണനായിരിക്കുന്ന വ്യാസന് നമസ്കാരം. അതേമാതിരി വൃദ്ധാസുതം, വൃദ്ധയുടെ പുത്രനാണ് അർജുനൻ. ആ അർജുനനായിരിക്കുന്ന കൃഷ്ണന് എന്താണ്? നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോ എല്ലാം കൃഷ്ണനാണ് എന്ന് പറയുമ്പോ നമുക്ക് കൃഷ്ണനെ അറിയണ്ടേ? കൃഷ്ണൻ എന്താണെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. കൃഷ്ണൻ എന്താ? അതൊക്കെ നമുക്ക് ഇവിടുത്തെ പുസ്തകങ്ങൾ പഠിക്കാം. അതുമാതിരി ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, കൃഷ്ണനെ പറയാറുണ്ട് പരമാത്മാ ശ്രീകൃഷ്ണൻ എന്ന് പറയാറുണ്ട് അല്ലേ? എന്താ? കൃഷ്ണന് മാത്രം പരമാത്മാവ്, ബാക്കിയുള്ള ഈശ്വരന്മാരും ദൈവമാണ്. മഹാവിഷ്ണു ഈശ്വരനാണ്, അതുപോലെ ശിവൻ ഈശ്വരനാണ്, സുബ്രഹ്മണ്യ സ്വാമി ഈശ്വരനാണ്, ദൈവമാണ്. എന്താ? ശ്രീകൃഷ്ണനെ പറയുമ്പോ എന്താ പറയാ? ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നാ പറയാ. എല്ലാം ഭാഗവതത്തിലും നാരായണത്തിലും പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണനെ വർണ്ണിച്ചിരിക്കുന്നത് പരമാത്മാവ്. നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് കേട്ടിട്ടുണ്ട്. 2 ആത്മാക്കളെ കേട്ടിട്ടുണ്ട്. ഒന്ന് പരമാത്മാവ് എന്നും ഒന്ന് ജീവാത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് പരമാത്മാവ്, എന്താണ് ജീവാത്മാവ്, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ അറിയാനാണ് ഈ 9 ദിവസം കൊണ്ട് ഭാഗവതത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞതെങ്കിൽ സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അവിടെയും വന്നു ശ്രീകൃഷ്ണായ വയം നമഃ. നോക്കൂ, ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പറയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ രൂപമാണ് സച്ചിദാനന്ദം. എന്താ സച്ചിദാനന്ദം? 3 വാക്കാണ്: സത്ത്, ചിത്ത്, ആനന്ദം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം? സത്യത്തിനെ മനസ്സിലാക്കണം, ചിത്തത്തിനെ മനസ്സിലാക്കണം, ആനന്ദത്തിനെ മനസ്സിലാക്കണം. ഈ 3 മനസ്സിലായാൽ മാത്രമാണ് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മസ്വരൂപം, സത്യസ്വരൂപം, ബ്രഹ്മത്തിനെ പറയണതാണ് സത്ത് എന്ന് പറയുന്നത്. അതേമാതിരി ചിത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം, അതായത് ബുദ്ധി എവിടെ? അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എവിടെ ബുദ്ധി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കാണിക്കുക? ഇവിടെ ബുദ്ധിയാണോ? അവിടെ വെള്ളം കയറ്റി സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലേ? സയൻസ് നോക്കൂ, ബുദ്ധി എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല ഇല്ലേ? അത് മനസ്സ് പറഞ്ഞ ഇവിടെ കാണിക്കും. ഇവിടെ ഹാർട്ടല്ലേ? ഇവിടെ മനസ്സുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങളാണ്. അതേമാതിരി ചിത്തം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതറിയില്ല. ഒന്ന് കേട്ടിട്ട് ചിത്തത്തിലൊരു ആളിരിക്കുന്നുണ്ട്, വാസുദേവൻ എന്നാണ് പേര്, നമുക്കറിയാം ഇല്ലേ? ഭാഗവതത്തിൽ ഇതൊക്കെ കേട്ടിട്ട് ചിത്രത്തിലിരിക്കുന്ന ആളാണ് വാസുദേവൻ ഇരിക്കുന്നത്. ആ ചിത്രം എവിടെ? ഭഗവാനൊക്കെ എവിടെ ഇരിക്കണത്? എന്ത് രൂപത്തിലായിട്ടാണ് എന്തായിട്ട് ഭഗവാൻ ഇരിക്കണത്? ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എങ്ങനെയാണ് ആനന്ദം നമുക്ക് അനുഭവം ഉണ്ടാവുന്നത്? അത് നമുക്ക് ചിന്തിക്കണ്ടേ? അപ്പോ സച്ചിദാനന്ദം അത് നമുക്ക് അറിഞ്ഞിരിക്കണം. സത്ത്, ചിത്ത്, ആനന്ദം ഈ പറഞ്ഞത് അറിയണം. പിന്നെ പറഞ്ഞു വിശ്വോത്പത്യ. അപ്പോ അതായത് വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനും ആരാണ്? അതിന് ഹേതുവായിട്ടുള്ള വിഷ്ണുവാണ് എന്നുള്ളതാണ്, അതായത് കൃഷ്ണനാണ്. പിന്നെ താപത്രയ വിനാശായ നമുക്ക് 3 ദുഃഖങ്ങളേ ഉള്ളൂ. അതായത് ആധ്യാത്മികം, ആദിദൈവികം, അതുമാതിരി ആദിഭൂതം. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ കൺഫ്യൂഷൻ ആവും. എന്താ ഈ ആധ്യാത്മികം, ആദിഭൂതം, ആദിദൈവം? സിമ്പിൾ ആയിട്ട് പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആധ്യാത്മികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളുടെ ഉറവിടം നമ്മൾ കണ്ടുപിടിക്കണം. അതേമാതിരി ആദി ഭൗതികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം. ഒരു നായ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടാകുന്ന ദുഃഖം ഇല്ലേ? നമുക്ക് അത് ദുഃഖം ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ? അതേമാതിരി നമ്മളുടെ ഉള്ളിൽ ഇഷ്ടമായ ദുഃഖങ്ങളുണ്ട്. അതേമാതിരി ആദി ദൈവികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ ഓർമ്മ കീഴ്പ്പെട്ട് പോരും, മലയ്ക്ക് കീഴ്പ്പെട്ട് പോരും, വല്ല മഴയൊക്കെ പെയ്താ ഇല്ലേ? ബാംഗ്ലൂരിലൊക്കെ മഴ പെയ്താൽ പിന്നെ നടക്കാൻ പറ്റില്ല, തിരക്ക്. അതൊക്കെ ദൈവികമായിട്ട് ദേവന്മാരായിട്ട് വരുന്ന കഷ്ടപ്പാടുകളാണ് നമുക്കുള്ളത്. ഈ 3 ദുഃഖങ്ങളെ നമുക്കുള്ളൂ. എന്റെ ദുഃഖം, മറ്റുള്ളവരിൽ നിന്നുള്ള ദുഃഖം, ഭഗവാന്റെ ദുഃഖങ്ങളും. ഇതാണ് താപത്രയങ്ങള്. അപ്പൊ താപത്രയം നമുക്ക് മനസ്സിലാക്കണ്ടേ? ആ താപത്രയ വിനാശായ, അതായത് ഈ 3 ദുഃഖങ്ങളെയും വിനാശായ നശിപ്പിക്കുന്നതായിട്ടുള്ള ആരാണോ അങ്ങനെയുള്ള എന്താ പറയുന്നത് ശ്രീകൃഷ്ണായ വരേണ്യ. നോക്കൂ, ഈ ഒറ്റ ശ്ലോകത്തിന്റെ ഉള്ളില് ആ ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു. ഭഗവാൻ ആരാണ്? സത്ത്, ചിത്ത്, ആനന്ദം. അതായത് ഈ അന്ധകരണങ്ങളിലുള്ള സത്യമായിട്ടും ബുദ്ധിയായിട്ടും ആനന്ദമായിട്ടും വരുന്ന ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതേമാതിരി വിശ്വത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാൻ കൃഷ്ണനാകുന്നു. അതേമാതിരി ഈ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം പറഞ്ഞിട്ടുള്ള 3 ദുഃഖങ്ങളെ നമുക്ക് തരുന്നതും സുഖം തരുന്നതും ഭഗവാനാണ്, ദുഃഖം തരുന്നതും ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ യം പ്രവൃജന്തമനുവേദം അവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേഭൂതം സർവഭൂത ഹൃദയം പരിമാനകോസ്മി. ആരോഗ്യതാണ് പറയുന്നത്. അതായത് പ്രവചന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യസിച്ചവൻ എന്നാണ്. സന്യാസം എന്ന് പറയുന്ന അർത്ഥം സത്യത്തെ രസിച്ചവൻ, സത്യത്തെ സ്വീകരിച്ചവൻ, ബ്രഹ്മത്തെ സ്വീകരിച്ചവൻ. സന്യാസി എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. സത്യത്തെ ആരാണോ സ്വീകരിച്ചിരിക്കുന്നത് അവൻ സന്യാസിയാണ്. അപ്പോ കാഷായ വസ്ത്രമല്ല സന്യാസത്തിന്റെ ലക്ഷണം. ഒരു സന്യാസിയാണെന്നുണ്ടെങ്കിൽ അത് കാഷായ വസ്ത്രത്തിലൂടെ, കാഷായ വസ്ത്രം പറഞ്ഞെങ്കിൽ സത്യന്റെ അർത്ഥമുള്ളൂ, ആ അർത്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ്. അതുമാതിരി പ്രവചനം എന്ന് പറഞ്ഞാൽ സന്യസിച്ചവൻ. അനുപേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപനയനം കഴിക്കാത്തവൻ എന്നാണ് അനുപേദം. അപേദകൃത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചവൻ, അപേദകൃത്യം എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ മുനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് യം പ്രവചന്തം അനുപേദം അപേദകൃത്യം ദ്വൈപായനോ വിരഹകാതരമാജുഹാവ അത് പറഞ്ഞു. അതായത് മുനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ്വൈപായനൻ വ്യാസന്റെ പുത്രനായിരിക്കുന്ന ആ മുനിയെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീശുഖ ബ്രഹ്മർഷിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ശ്രീശുഖ ബ്രഹ്മർഷി ആരാണ്? സന്യസിച്ചവനാണ്, ഉപനയനം കഴിച്ചിട്ടില്ല, അത് എല്ലാം ഉപേക്ഷിച്ചവനാണ്. അതുമാതിരി ആ വ്യാസൻ
ആ ശ്രീശുക ബ്രഹ്മർഷിയെ സ്വന്തം മകനായിട്ടുള്ള ആ വ്യാസന്റെ ഇതൊക്കെ ദേവി ഭാഗവത്തില് ശ്രീശുക ബ്രഹ്മർഷി കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ദേവി ഭാഗവത്തിൽ പറഞ്ഞിട്ട് പലതരത്തിൽ. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഋഷീശ്വരന്മാര് ആ പ്രപഞ്ച സത്യത്തെ കണ്ടതിനെ അത് പഞ്ചസാരയിൽ ഉരുട്ടിയിട്ട് ആ കൈപ്പേറിയ തത്വങ്ങളെ നമുക്ക് വളർത്തി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പഞ്ചസാര മാത്രം കഴിക്കും, കായ്ക്കട കുടിക്കുന്നത് തുണിക്കളയും. പോരാ. അതുകൊണ്ട് സപ്താഹം കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ദേവി ഭാഗവതത്തിലോ അതുപോലെ ദേവി മഹാത്മ്യമൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതിന് ഒരു സംശയമില്ല. 3 ദിവസത്തെ പരിപാടിയുള്ളൂ. അത് കേൾക്കേണ്ടതിന് ഒരു സംശയമില്ല. അപ്പ അറിയാം അമ്മ ആരാണെന്ന് അറിയാം. അപ്പ അറിയാം കൃഷ്ണൻ ആരായിരുന്നു എന്നൊക്കറിയാം. നാളെ കണ്ടു സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ആ സൃഷ്ടിയെ പറ്റി വർണ്ണിക്കുമ്പോ എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ പറഞ്ഞു തരുന്നത്? നമുക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ദുർഗയാണോ സരസ്വതി ദേവി വേണോ, ദുർഗ വേണോ, അതുമാതിരി പാർവതി ദേവി വേണോ, ആരെ പൂജിക്കേണ്ടത് എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് ഇഷ്ടമാതിരിയുണ്ട്, സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ദേവി മഹാത്മ്യത്തിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാറ്റിനെയും ഒന്നിനെ, അതാണ് ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ലേ മമ പണ്ടേ കടക്കെ ഒരുവാറ്റും പാവലികൾ ഉണ്ടാകയെങ്കളിഹ നാരായണായ നമഃ. നമ്മളൊക്കെ ഹരിനാമത്തിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്നായ നിന്നെ രണ്ടായിട്ട് കണ്ടു. ഇപ്പൊ ഇവിടെ എത്ര ലൈറ്റുകൾ കത്തുന്നുണ്ട്, എത്ര ബൾബുകളുണ്ട്? അതിനുള്ളിൽ എന്താണത്? ഒന്നായിട്ടുള്ള കറണ്ട് മാത്രമേ ഉള്ളൂ. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഓഫ് ആവും ഇല്ലേ? ആണോ അല്ലേ? അപ്പൊ ആ ഒന്നായിട്ടുള്ള കറണ്ട് പല ട്യൂബ് ലൈറ്റുകളിലൂടെ പ്രകാശിക്കുന്ന പോലെയാണ് ആ ഭഗവാൻ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ എല്ലാ ജീവികളിലും ഇരിക്കുന്നു എന്നുള്ള ബോധത്തെ ഉണ്ടാക്കി തീർക്കുകയാണ്. അതാണ് അദ്വൈത ബോധം എന്ന് പറയുന്നത്. ആ അദ്വൈത ബോധത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ മഹാഭാഗവതം അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതായത് ഒന്നായി നിന്നൈഹ രണ്ടെന്ന് കണ്ടപ്പോൾ, ഒന്നായിട്ട് തന്നെ രണ്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഇണ്ടൽ, ആ വിഷമങ്ങള് ആണ് നമ്മളുടെ ഈ താപത്രയുടെ രൂപത്തിൽ നമുക്ക് ഉള്ളിൽ വരുന്നത് പറയുന്നത്. അങ്ങനെ അതാ പറയണത്. അതിന് ആ വ്യാസൻ നടന്നു പോണ വഴിക്ക് പുത്രേനി തന്മയതയാ തരവോപിനേതു, തന്മയത്തോട് കൂടിയിട്ട് ആ വ്യാസൻ ആ മകനെ പുത്ര 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 എന്ന് വിളിച്ചപ്പോൾ പുത്രൻ വിളി കേട്ടില്ല. തരവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്ഷങ്ങൾ പറഞ്ഞു, വ്യാസമഹർഷിയെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, പരബ്രഹ്മമാണ്. അങ്ങ് വിളിച്ച പരബ്രഹ്മത്തിന് രൂപമില്ല, ഭാവമില്ല, ഭേദമില്ല, ഒന്നുമില്ല. പരബ്രഹ്മത്തെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പരബ്രഹ്മത്തെ അറിഞ്ഞിരിക്കണം. ആ പരബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് അത് അനുഭവ സ്വരൂപേണ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ വന്നിട്ട് അവിടെ കാണുന്ന വിഗ്രഹത്തിന്റെ രൂപത്തിലൊന്നും അതൊക്കെ ഇതൊക്കെ കൃഷ്ണന്റെ ഒരു രൂപം, ഒരു ഋഷീശ്വരൻ ആ ബ്രഹ്മത്തെ ഈ രൂപത്തിൽ ദർശിച്ചപ്പോൾ അതൊരു പേരിട്ടു. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പേരിട്ടു എന്നാണ് പറയുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. ഭഗവാൻ രൂപമില്ല. ഭഗവാൻ അദ്വൈതമാണ്. അത് ശ്രീശങ്കരാചാര്യ സ്വാമികളൊക്കെ അത് കൃത്യമായിട്ട് മായാപഞ്ചകത്തിലൂടെ പറയുന്നുണ്ട്. അതിനൊക്കെ ഗഹനമായ അദ്വൈത സിദ്ധാന്തം പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് എളുപ്പം സാധിക്കുന്ന പറയുന്നത്. അതിലൊക്കെ നമ്മൾ എന്ത് വേണം? സമയം ചെലവാക്കണം. അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ അതാ പറയണത്. അങ്ങനെയുള്ള എന്താ പറയണത്? ആ വിളികൾ കേട്ടു. തം സർവഭൂത ഹൃദയം, ശ്രീശുദ്ധ ബ്രഹ്മർഷി അവിടെ ഇരിക്കണത് എല്ലാ സർവഭൂതങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന മുനിമാനദോസ്മി, ആ മുനിയെ ഞാൻ നമസ്കരിക്കുന്നു. നോക്കൂ, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ആരായിട്ട് ശ്രീശുദ്ധ അവിടെ ഇരിക്കണത്? നമ്മുടെ ഉള്ളിലായിരുന്നത്. ആരാ പരീക്ഷത്തിനെ രക്ഷിച്ചത്? ശ്രീശുദ്ധ ബ്രഹ്മർഷിയാണ് പരീക്ഷത്തിനെ രക്ഷകന്റെ കളി. അവസാന രക്ഷകരോട് പറഞ്ഞു, രക്ഷക വന്നെന്നെ കടിച്ചോളൂ എന്നുള്ളത് പറഞ്ഞു. അപ്പോ ആ ശ്രീശുദ്ധ ബ്രഹ്മർഷി ആയിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോ നമുക്ക് വേറെ എവിടേക്ക് തപ്പിപ്പിടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് എഫേർട്സ് എടുത്തേ വേണ്ടു ഭഗവാനെ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ആ കോഴിയുടെ മുട്ടയെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ കോഴിയാണ്ടായത് മുട്ടയുണ്ടായതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഗവതം അതിനു വേണ്ടിയിട്ട്. അതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ ഭാഗവതത്തില് 2-3 കാര്യങ്ങളാണ്. ഒന്ന് സംവാദങ്ങള്, അതേമാതിരി കഥകള്, അതേമാതിരി സ്തുതികള്. ഈ 3 കാര്യങ്ങളെ കൊണ്ടാണ് ഭാഗവതത്തിൽ കുറുക്ക പറഞ്ഞിരിക്കുന്നത്.
പ്രഹ്ലാദ സ്തുതിയൊക്കെ ഉണ്ട്, എല്ലാം ശ്രീശുഖ ബ്രഹ്മർഷി സ്തുതികൾ ഇഷ്ടം, മുജുകുന്ദന്റെ സ്തുതിയുണ്ട്. അതൊക്കെ വളരെ അതി തത്വങ്ങളേ ഉള്ളൂ. ആ സ്തുതികളിൽ കാണും. നമ്മളൊക്കെ എന്ത് ചെയ്യും? സ്തുതികളൊക്കെ പറയുമ്പോ അത് പറയേണ്ട ഗോപിക ഗീതം ജയതികം ജന്മനാമൃജ. അർത്ഥങ്ങൾ വളരെ ഓരോരോ ശ്ലോകത്തിലും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ എന്തിനു വേണ്ടി നമുക്ക് മനുഷ്യജന്മം കിട്ടി, ആ ജന്മം കിട്ടിയതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി എന്തിനാണോ മനുഷ്യജന്മം നമ്മൾ കിട്ടുന്നത്, അത് നമുക്ക് ആ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഭാഗവതം ആരോട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നൈവിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിയും കഥാമൃത രസ ആസ്വാദകുശല ശൗനകോ അബ്രവീത് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടു പേരുണ്ട്, അതാണ് സംവാദങ്ങളാണ്. ഒരു ഭാഗത്ത് സൂതൻ എന്ന് പറയുന്ന ഒരാള്, മറ്റേ ഭാഗത്ത് ശൗനകൻ എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെ സംവാദത്തിലൂടെയാണ് ഈ ഭാഗവതം നമുക്ക് ഋഷീശ്വരന്മാര് നമുക്ക് തന്നത്. ഇവിടെ സൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളാണ്. ശൗനകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ടുള്ള ഏറ്റവും ഉയർന്ന ജാതിയിലുള്ള ആൾ. ഇവിടെ നോക്കൂ, ഈ ജാതികൾ സൃഷ്ടിച്ചത് ആരാണോ? നമ്മൾ തന്നെയാണ്, മനുഷ്യന്മാരാണ് ഉണ്ടായത്. ഇപ്പൊ അതൊക്കെ വലിയ വലിയ എക്സ്പെർട്ട്, അതൊന്നും പറയാൻ പാടില്ലെന്നൊക്കെ പറയാം. അതിന് ഞാനൊക്കെ പറയാറുണ്ട്. ഇവിടെ ചോദിക്കാൻ വന്നിട്ടില്ല, ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തോണ്ട് ചോദിക്കാൻ വരട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂതൻ ആർക്ക് പറഞ്ഞു കൊടുക്കണോ? വലിയ ബ്രാഹ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കണോ? നമ്മൾ ബ്രാഹ്മണിക്കൽ എന്നൊരു വാക്കൊന്നും ഇപ്പൊ പറയാൻ പാടില്ല, അതൊക്കെ നമുക്ക് വലിയ ക്രൈമാ ഇല്ലേ? അതൊക്കെ തെറ്റാ. അപ്പോ ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ള ആ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗവതം. അതാണ് എവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ഈ എന്താ പറയാ, നൈമിഷൻ ക്ഷേത്രം. നൈമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുപിയിലുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ നൈമിഷാരണ്യം ഉണ്ട്. അരണ്യം എന്ന് പറഞ്ഞ അർത്ഥം കാട് എന്നാണ് അല്ലേ? ആ കാട് അവിടുന്ന് ഈ നൈമിഷാരണ്യത്തിൽ പോയിട്ടുണ്ടെങ്കിലോ കാടിന്റെ പോട്ട് ഒരു വൃക്ഷം പോലും ഇല്ല. അത് വെറും ഒരു മണലാരം, ഒരു ഓപ്പൺ സ്പേസ് ആണ്. അവിടെ ഒരു ഗോമതി നദിയുണ്ട്, അതിന് തീരത്ത് ഒരു ചക്രതീർത്ഥമുണ്ട്. ആ ചക്രതീർത്ഥത്തിനോട് പോയി കുളിച്ചിട്ടുണ്ടെങ്കിൽ സർവ്വതാപങ്ങൾ തീരുന്നൊക്കെ പറയാ. അവിടെ കാടുകളൊന്നുമില്ല. അതുമായി അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കഥകളൊക്കെ ഉണ്ട്. കഥകളിക്ക് കുറച്ചിട്ടൊക്കെ നിന്ന് പോകും, കഥകളൊക്കെ പുറത്ത് പോകത്തിന്റെ അവിടെ പറയാം. ശാരണത്തിൽ പറയുമ്പോൾ അത് ആക്കണ്ട. ഇവിടെ ഈ പറഞ്ഞ ശൗനകാദി മഹർഷിമാരുടെ വംശമാണ് ഭാർഗവ വംശം എന്ന് പറയുന്നത്. അതായത് ഭൃഗു, ആ ഭൃഗുമുനിയുടെ മകനാണ് ച്യവനൻ. ച്യവനന്റെ മകനാണ് പ്രമതി. പ്രമതിയുടെ മകനാണ് രുരു എന്ന് പറയുന്നത്. രുരുവിന്റെ മകനാണ് ശുനകൻ എന്ന് പറയുന്നത്. ആ ശുനകന് ഋതുസമതൻ എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട്. ആ ഋതുസമതന്റെ പേരാണ് ശൗനകൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് എന്തുണ്ടായിരുന്നെങ്കിൽ ശൗനകാദി മഹർഷിമാര് സൂതനോട് 7 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താ ചോദ്യങ്ങൾ? ഭാഗവത തുടക്കത്തിലെ 7 ചോദ്യങ്ങളെ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അതേ ചോദ്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷിയോട് ശ്രീശുഖ ശൗനകാദി മഹർഷിമാര് ആരോട് ചോദിച്ചത്? സൂതനോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? അജ്ഞാന ദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ. നോക്കൂ, കോടി സൂര്യന്മാരുടെ പ്രഭയോടുള്ള സൂതൻ. ഏറ്റവും താഴെക്കടൽ ആണ് പറയുന്നത് കോടി സൂര്യ സമപ്രഭ എന്നാണ് വിളിച്ചത്. ആര് വിളിച്ചത്? ശൗനകാദി മഹർഷിമാർ. അതായത് ഈ അജ്ഞാനമാകുന്ന ദ്വാന്തം, അതായത് അജ്ഞാനമാകുന്ന ദ്വാന്തം പറഞ്ഞ അന്ധകാരം, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ വിധ്വംസ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയേണ്ട ഒരു ചോദ്യമാണ് അല്ലേ? ആ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ അതേമാതിരി തന്നെ ഉദ്ധവൻ ഭഗവാനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യങ്ങളൊന്നല്ല, ഇഷ്ടമായ ചോദ്യങ്ങളാണ്. ഒരു ലിസ്റ്റ കൊടുത്തു ഭഗവാൻ. ആ ഭഗവാൻ എല്ലാം ഉത്തരം പറഞ്ഞു കൊടുത്തു. അതാണ് ഉദ്ധവോപദേശം. അതേമാതിരി ദേവഭൂതി കപിലവാസുദേവനോട് കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചു. അതിന്റെ ഉത്തരങ്ങളൊക്കെ എന്ത് പറഞ്ഞു കൊടുത്തു? ഭാഗവതം. അപ്പൊ ഭാഗവതം എന്താ? ഭാഗവതം ഒരു അമൃതാണ്. ആ അമൃതാണ് ആർക്ക് പറഞ്ഞു കൊടുത്തു? ശ്രീശുഖ ബ്രഹ്മർഷി പരിഷത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ചോദ്യം, അതായത്
അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നത് എങ്ങനെ? അതാണ് അജ്ഞാന ദ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. നോക്കൂ, എന്റെ ചെവിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വസ്തുവാണ് അങ്ങ് പറയാൻ പോകുന്നത്. ഭാഗവതത്തെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് പറയാണ്, ഭക്തിജ്ഞാന വിരാഗോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ വിലാസശ്ച വൈഷ്ണവേ ക്രിയതേ കഥം എന്ന് പറഞ്ഞു. അതായത് ഈ ആദ്യം പറഞ്ഞു അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നത് എങ്ങനെ. അടുത്ത ചോദ്യം, മായ കൊണ്ടുണ്ടാകുന്ന അജ്ഞാനത്തെ എങ്ങനെ വേണ്ടെന്ന് വയ്ക്കാം. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ അജ്ഞാനത്തെ അറിയുന്നതിന് മുമ്പേ മായയെ അറിയണം. മായ പറ്റിയിട്ട് അറിയണം എന്നതെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെയാണ് യോഗമായ എന്ന് പറയുന്നത്. അപ്പൊ ആ യോഗമായയെ പറ്റിയിട്ട് നമുക്ക് അറിയണം. അതാ പറഞ്ഞത്, ഭഗവാനെ അറിയുന്നതിന് മുമ്പേ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യങ്ങളുണ്ട്. അതാ പറയണത്. പിന്നെന്താ പറയണത്? ആ മായ കൊണ്ടുണ്ടാകുന്ന അജ്ഞാനം. അപ്പൊ അജ്ഞാനം ഉണ്ടാകണം എന്നാണ് ആ യോഗമായയുടെ പ്രവൃത്തി മൂലമാണ് അജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള എങ്ങനെ അതിനെ വേണ്ടെന്ന് വെക്കാം. പിന്നെ പറയാണ്, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങള് ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ ചോദ്യങ്ങളല്ലേ ചോദിക്കണത്. അങ്ങനെ പിന്നെ ചോദിക്കാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മായയെ എങ്ങനെ, അതായത് ജയിക്കാം. ഭഗവാന്റെ മായയാണ് അജ്ഞാനം ഉണ്ടാക്കുന്നത് എങ്കിൽ ആ അജ്ഞാനത്തെ എങ്ങനെ ജയിക്കാം എന്നത് പറഞ്ഞു തരൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചോദിക്കുകയാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇഹഘോരേ കലൗ പ്രായോ ജീവശ്ചസുരതാംഗത ക്ലേശാക്രാന്തസ്യതസ്യൈവാശോധനേ കിം പരായണം. കലിയുഗത്തില് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതുമാതിരി ആ പരമമായിട്ടുള്ള ശ്രേയസ്, അതാണ് ശ്രേയസാം പാവനാനാം ച പാവനം. അതായത് ഈ പരമമായിട്ടുള്ള ശ്രേയസ്, ഏറ്റവും ഉത്കർഷമായിട്ടുള്ള ശ്രേയസ് എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. പിന്നെ അതാണ് പാവനാനാം ച പാവനം. അതായത് ആ മനസ്സിന്റെ പരിശുദ്ധി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മനസ്സറിഞ്ഞാലല്ലേ ശുദ്ധി അറിയാൻ പറ്റുള്ളൂ. ആ ശുദ്ധി അറിയണമെങ്കിൽ എത്ര തരത്തിലെ ശുദ്ധികളുണ്ട്? 4 തരത്തിലെ ശുദ്ധികളുണ്ടെന്നാ പറയുക. കർമ്മശുദ്ധി, ക്രിയാശുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെ ത്രിശുദ്ധികളെ പറ്റി അറിയണ്ടേ. അങ്ങനെ ആ മനസ്സിന്റെ ആ പരിശുദ്ധി എങ്ങനെ ഉണ്ടാക്കാൻ മനസ്സിലാക്കണം. പിന്നെ പറയാണ് കൃഷ്ണപ്രാപ്തികരം എന്ന് പറഞ്ഞു. അവസാനത്തെ ചോദ്യമാണ്, 7ാമത്തെ ചോദ്യമാണ്, ശ്രീകൃഷ്ണനെ എങ്ങനെ നമുക്ക് ലഭിക്കാം. ആ ഇത് പറഞ്ഞപ്പോ അതാ പറഞ്ഞത്, സൂര്യൻ സന്തോഷമായിട്ടാ പറഞ്ഞത്. ഇത് കേട്ടപ്പോ, ചോദ്യം കേട്ടപ്പോ ആ പറയാൻ, അതായത് ഒരു ഗുരുവിനോട് ചോദിച്ചു ചോദിക്കുമ്പോൾ ആ ഗുരുവിന് പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉണ്ടാവുക പറയുന്നത്. ആ പറയാണ്, പ്രീതി ശൗനകാചിത്തേ തേ ഹ്യതോ വച്മി വിചാരിച്ചാപം. അതായത് ശൗനക, അങ്ങയുടെ മനസ്സിലെ കഥ കേൾക്കാൻ വളരെ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ സംസാര ഭയത്തെ നശിപ്പിക്കുന്ന ആ സർവസിദ്ധാന്തം, അതായത് സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം, അതായത് സംസാരമാകുന്ന ഭയത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അതാ പറഞ്ഞത്, ആ മാതാപിതാ ഗുരു അച്ഛൻ ഗുരുവിനെ അടുത്ത് കൊണ്ടുപോകുമ്പോ ആ കുട്ടി ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അത് പറഞ്ഞു കൊടുക്കണം, ഗുരു പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മള് ഈ ഭാഗവത മാഹാത്മ്യം എന്ന് പറയുന്നത് അത് എവിടുന്നാണെന്നുണ്ടെങ്കിൽ പത്മപുരാണത്തില് 193 അധ്യായം തൊട്ടിട്ട് 198 അധ്യായം വരെ ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം പറയുന്നത്. ഇപ്പോ രാമായണം എവിടുന്നാ പറയണത്? തന്നെയാണ് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് വാൽമീകി രാമായണം പറയുന്നത്. അത് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രൂപത്തില് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും, അതായത് ഈ കൃഷ്ണന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും പരമേശ്വരനും പരമേശ്വരിക്കും വളരെ താല്പര്യമാണ് കഥ പറയാൻ. എപ്പോഴും പാർവതി പറയും എനിക്ക് കഥ പറഞ്ഞു പറഞ്ഞ രീതിയിൽ അങ്ങനെ പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം എന്ന് പറയുന്നത്. അതില് 1, 2, 3 അധ്യായങ്ങളില് ഭക്തി നാരദ സംവാദം എന്ന് പറഞ്ഞ രീതിയിലും 4, 5 എന്ന 2 അധ്യായങ്ങളില് ദുന്ദുകാരിയുടെ കഥയും, അതേമാതിരി 6ാമത്തെ അധ്യായത്തില് ഒരു സപ്താഹം എങ്ങനെ കൊണ്ട് നടത്തണം എന്നുള്ള ആ അതിന്റെ ചിട്ടവട്ടങ്ങളെയൊക്കെയാണ് 6ാമത്തെ ആ അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, സച്ചിദാനന്ദത്തെ പറ്റിയൊക്കെ പറഞ്ഞു.
ഇന്നത്തെ കാലത്ത് നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ കഷ്ടപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിവില്ലായ്മ, അജ്ഞാനത്തിന്റെ അറിവ്, അതായത് നമ്മുടെ മക്കൾക്ക് ആ അറിവില്ലാത്ത, അതായത് അജ്ഞാനത്തിന്റെ മറവില് പരസ്പരമായിട്ട് മതവിഭാഗീയത സൃഷ്ടിച്ചും കൊണ്ട്, ആരാണ് നമ്മളൊക്കെ ഉണ്ടാക്കുന്നത്, മതവിഭാഗീയത സൃഷ്ടിച്ചും കൊണ്ട് ആ പരമസത്യത്തെ, ഭഗവാനാകുന്ന പരമസത്യത്തെ മറച്ചു വെച്ച് ഈ കാണുന്ന പ്രപഞ്ച വസ്തുക്കള് ആണ് സത്യമെന്ന് കരുതിക്കൊണ്ട് ഈ ശ്രമിക്കുന്ന ആ പ്രപഞ്ച വസ്തുക്കളാണ് സത്യം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നെട്ടോട്ടമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഭഗവാനെ അറിയാൻ ആരും താല്പര്യപ്പെടുന്നില്ല. ആ ഭഗവാനെ അറിയാനാണ് ഈ ഭാഗവതങ്ങളിലും ഓരോരോ അമ്പലങ്ങളിലൊക്കെ, ഇപ്പൊ കുറെ അമ്പലങ്ങളിലൊക്കെ നാട്ടിലൊക്കെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. കുറേശ്ശെ ആൾക്കാർക്ക് അറിയണം എന്നുള്ള കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, ഭാഗവതങ്ങളൊക്കെ തുടങ്ങിയിട്ടൊക്കെ. ഇവിടെ ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാ പറയുന്നത്. അപ്പോ ഈ നമുക്ക് രണ്ട് ജീവിതമുണ്ട്. അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഭൗതിക ശാസ്ത്രം എന്നും ആത്മീയ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആ തുടക്കത്തിലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ട് ശാസ്ത്രങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ. ഇപ്പോ നമ്മൾ പറയും ജലം കാണാൻ പറ്റുന്ന വസ്തുവാണ് ഇല്ലേ? ജലം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹൈഡ്രജനും അല്ല, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി H2O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ജലം എന്നർത്ഥം? ഹൈഡ്രജനെ കാണാൻ പറ്റുമോ? ഓക്സിജനെ കാണാൻ പറ്റില്ലല്ലോ. എന്താ ജലത്തിനെ കാണാൻ പറ്റും? അപ്പോ ഈ ഹൈഡ്രജനൊന്നും കാണാൻ പറ്റാത്ത സാധനമാണ് ഈശ്വരൻ. ഹൈഡ്രജനെ കണ്ടിട്ടില്ല, ഓക്സിജനെ കണ്ടിട്ടില്ല, ഇല്ലേ? ഒരു വസ്തു കണ്ടില്ല, ആസ്വദം കണ്ടിട്ടില്ല. പക്ഷെ ജലത്തിനെ കണ്ടിട്ടുണ്ട്. ഈ രണ്ടും കൂടിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് സൃഷ്ടിയിൽ വരാം. അതായത് പഞ്ചഭൂതങ്ങളെ പറ്റിയിട്ടൊക്കെ പറയും. ഇങ്ങനെ കുറെ തത്വങ്ങൾ നമുക്കപ്പോൾ നമ്മൾ പറയാറുണ്ട്. നമ്മളൊക്കെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതൊക്കെ പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ എവിടെ ഉണ്ടായത്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളിലാണ് വിലയം പ്രാപിക്കുന്നത്. ആദ്യം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പിടിച്ചു കടക്കും? പഞ്ചഭൂതങ്ങളെ ഏതൊക്കെയാണ്? അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആദ്യം എവിടെ പിടിച്ചു കിടത്തും? ഭൂമിയിൽ പിടിച്ചു കിടത്തും. എന്ത് ചെയ്യും? അപ്പൊ ഭൂമി അതിനെ സ്വീകരിച്ചു. നമ്മള് ജലം കൊണ്ട് അതിനെ കുളിപ്പിക്കും. അപ്പൊ എന്തുണ്ടായി? ജലം സ്വീകരിച്ചു. എവിടെ കൊണ്ടുപോയിരിക്കുക? അഗ്നിയിൽ കൊണ്ടുപോയിരിക്കും. അഗ്നി സ്വീകരിച്ചു. അഗ്നിയുടെ എവിടേക്കാൻ പോവാ? വായു സ്വീകരിച്ചു. വായു എവിടേക്കാൻ കൊണ്ടുപോവാ? ആകാശത്തേക്ക് കൊണ്ടുപോയി. നമ്മൾ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു. എങ്ങനെയാ വന്നത്? പഞ്ചഭൂതങ്ങളിൽ നമ്മൾ വന്നത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു. എങ്ങനെ പഞ്ചഭൂതങ്ങളിൽ വന്നത്? അതായത് ഈ ഭൂമി ഒരു വസ്തുവാണ്. അതായത് ഭൂമിയിൽ നമ്മൾ നെല്ല് വിളയിപ്പിക്കുന്നുണ്ട്. അന്നം കഴിക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ, ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ എവിടേക്ക് കൊണ്ട് നമ്മൾ കഴിക്കും. അത് രക്തമായിട്ടും അത് കുറെ കാര്യങ്ങളായിട്ടും അതുപോലെ രേതസ് എന്ന് പറയുന്ന അതായത് തീർന്ന് അത് പുരുഷൻ സ്ത്രീയുടെ ഗർഭപാത്രം നിക്ഷേപിക്കുമ്പോ നമ്മുടെ ഉത്ഭവം കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ഭൂമിയിൽ തന്നെ നമ്മൾ ജനിച്ചത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുണ്ടാവുമോ? അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുമാതിരി പോയിട്ട് എവിടെ പോയി കിടക്കണം? ഗർഭപാത്രത്തിൽ പോയി കിടക്കണം. അവിടെ എന്താ അവസ്ഥ? അവിടെ ജലം മാത്രമേ ഉള്ളൂ, വെള്ളം മാത്രമേ ഉള്ളൂ, ഇല്ലേ? അതിനുള്ളില് എന്താണ്? ജഠരാഗ്നി പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്, അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ കുട്ടി അത് കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 31-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു കുട്ടി രൂപപ്പെട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോ നമ്മള് ജനിക്കുമ്പോ ഭൂമിയിൽ നിന്നുണ്ടായിരുന്ന വസ്തു കഴിച്ച് ജലത്തിൽ കടന്നു. ആ ജഠരാഗ്നിയുടെ അത് ചൂട് കാരണം വളർന്നു. അപ്പോ അതിനുശേഷം അതിന് ഭഗവാൻ തന്നെ വായു കൊടുത്തു. എന്തുകൂടെ കൊടുത്തു? നമ്മളുടെ കുട്ടിൽ കൂടി ഇവിടെ വായു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് ആകാശം, ഗർഭാവസ്ഥയിൽ ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുകളിലത്തെ ആകാശം നീലാകാശം എന്നല്ല, എവിടെ സ്പേസ് ഉണ്ടോ? ഇപ്പൊ ഈ 4 ചുമരും
കൊടുത്തതിൻ്റെ ഉള്ളിലുള്ള ഇതൊരു ആകാശത്തിൽ വേണമെങ്കിൽ പേര് പറയാം. അതായത് ഇന്ന അമ്പലത്തിലെ ഇന്ന ഹാള് ആകാശം നമുക്ക് പറയാം. എവിടെ എന്താ പറയുക? ആകാശം എന്താ പറയുക? ഇംഗ്ലീഷ് പറയും സ്പേസ് എന്ന് പറയും. എന്താ സ്പേസിന്റെ അർത്ഥം? എവിടെ സ്ഥലമുണ്ടോ അതൊക്കെ ആകാശം. ഇപ്പൊ നമ്മൾ വായ പിടിച്ചിട്ടുണ്ടെങ്കിൽ വായുള്ളിലും അതിന്റെ വായുള്ള ആകാശം എന്ന് പറയും. ഒരു കുടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുടത്തിന്റെ ഉള്ളിലും ഘടാകാശം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അതുമാതിരി ഈ എന്താണ് ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞെങ്കിൽ വേദങ്ങൾ ആണ് നമ്മളുടെ മൂല്യപ്രമാണം. ഇപ്പൊ നമ്മൾ പറയും, എല്ലാവർക്കും അറിയേണ്ടതാണ്, ഇപ്പോ ക്രിസ്ത്യാനികൾക്ക് ബൈബിളാണ്. അതുമാതിരി നമുക്ക് ചോദിച്ചു നോക്കിയോ, ഖുർആൻ മുസ്ലിം സഹോദരന്മാർക്കുള്ളതാണ്. ഹിന്ദുക്കളുടെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയും മഹാഭാഗവതം, മഹാഭാരതം, രാമായണം. ഈ 4 വേദങ്ങൾ എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല, പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മൗലിക പ്രമാണങ്ങളൊക്കെ ഉള്ളത് വേദങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ആ വേദങ്ങള് ബ്രഹ്മദേവന്റെ മുഖത്തിൽ നിന്ന് നിർഗളിച്ച ആ വാങ്മയ രൂപത്തിലുള്ള വസ്തുക്കളാണ്. ഈ വേദങ്ങളെ ഭാരതീയ ഋഷീശ്വരന്മാര് പലവിധ രൂപങ്ങളില് ഞാൻ പറയണ്ടായി അതിനെ ഒരു വിഗ്രഹ രൂപമാക്കി മാറ്റി. ഒരു ഋഷീശ്വരൻ കൃഷ്ണന്റെ വിഗ്രഹം, ആ രൂപം ഇതേമാതിരി തലയിലൊരു ഇതിലൊക്കെ താത്തി ഇല്ലേ, അതൊരു ഋഷീശ്വരന്റെ സമ്പത്താണ്. ഇത് എവിടുന്ന വന്നു നമുക്ക് അറിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എവിടുന്നാണ് എല്ലാം ഭഗവാനാണെന്നുള്ള അവസാനം ബോധത്തിൽ നമ്മൾ എത്തണം. അപ്പോ ഇതൊരു ഋഷീശ്വരന്റെ രൂപമാണ് ഇതിനെ മുന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി അത് വേറൊരു ഋഷീശ്വരന്റെ രൂപമാണ്. അതേമാതിരി അയ്യപ്പസ്വാമി ഒരു ഋഷീശ്വരൻ ഉണ്ടാക്കിയിട്ടുള്ള അതിലൊരു രൂപം കൊടുത്തു, ആ രൂപത്തിന് പേര് കൊടുത്തു അയ്യപ്പൻ എന്നൊരു പേര് കൊടുത്തു. വിഷ്ണു 4 കൈയൊക്കെ വെച്ചിട്ടുള്ള വിഷ്ണു. അങ്ങനെ ഈ ഭാരതീയ ഋഷീശ്വരന്മാര് അവര് ഈ വേദങ്ങളെ ഇങ്ങനെ ചകഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വിഗ്രഹത്തിനെ പരബ്രഹ്മത്തിന് രൂപം കൊടുത്തു ആ ധർമ്മശാസ്ത്രമാണ്. അതാണ് ഈ പറഞ്ഞ ആത്മീയ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ്, ഈ ആത്മീയ ശാസ്ത്രത്തെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. സനാതന ധർമ്മം എല്ലാവരും ആവിന്റെ കൊണ്ട് വരുന്ന വാക്കാണ് സനാതന ധർമ്മം. സനാതന ധർമ്മം പറഞ്ഞാൽ സന എന്നാൽ നിത്യം എന്നാണ് അർത്ഥം. തന എന്ന് പറഞ്ഞാൽ ഉള്ളത്. നിത്യമായിട്ട് എന്താണ് ഉള്ളത് അതിനെ സനാതനം എന്ന് പറയുന്നു. നിത്യമായിട്ടുള്ളത് ആരാണ്? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അത് ഏത് ഈശ്വരനായാലും വേണ്ടില്ല. ഇവിടെ നമ്മളെ മനുഷ്യന്മാർ തന്നെയാണ് എന്താ ഈ മതങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഈശ്വരനെ വിലകൽപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് എന്താണ് പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, മതങ്ങളുടെ വേണ്ടിയുടെ മനുഷ്യന്റെ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ എല്ലാവർക്കും അതാണ്. അപ്പൊ ഈശ്വരൻ നമ്മളാണ് അതൊക്കെ സൃഷ്ടിച്ചത്, മതങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ഈശ്വരനല്ല, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതിപ്പോ എതിരായാലും വേണ്ടില്ല, ക്രിസ്തു ആയാലും വേണ്ടില്ല, കൃഷ്ണനായാലും വേണ്ടില്ല, അതുമാതിരി അള്ളാനായാലും വേണ്ടില്ല, ഒക്കെ ഈശ്വരന് ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം, ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ബോധത്തില് അങ്ങനെ അതായത് സനാതന ധർമ്മം എന്ന് പറഞ്ഞെങ്കിൽ നിത്യമുള്ള വസ്തുവിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സനാതന ധർമ്മത്തിന്റെ ഈ മൗലിക പ്രമാണങ്ങളാണ് വേദങ്ങളായിട്ടുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയുന്ന 4 വേദങ്ങൾ. എല്ലാത്തിന്റെയും ബേസ് വേദങ്ങളാണെന്ന് പറയുന്നത്. അതുമാതിരി തന്നെ ഇപ്പോ ഈ ഓരോരുത്തർ പറഞ്ഞു ഈ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്. എല്ലാവരും പ്രാർത്ഥന ചെയ്യാറുണ്ട്. എല്ലാവരും നമ്മളും ചെയ്യാറുണ്ട്, അവരും ചെയ്യാറുണ്ട്, മറ്റവരും ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ യാതൊന്നും പറയണമെന്നില്ല, അതും പറയണില്ല, അതൊക്കെ സൂക്ഷിച്ച് പറയേണ്ട വാക്കുകളാണ്. ഇവിടെ എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രാർത്ഥന വെച്ച് മനസ്സിലാക്കുന്നത്? അതായത് ഈ ഭഗവാനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ പ്രാർത്ഥിക്കുക? ഭഗവാനോടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മൾ ചെയ്യണത്. ഭഗവാനെ എനിക്ക് അത് തരണേ, ഇത് തരണേ, എന്റെ കുട്ടിക്ക് അത് തരണേ, പാസ്സാക്കണേ, 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ കുട്ടികൾക്ക് ഒരു പരീക്ഷ തലേദിവസം ഒരു ഭഗവാന്റെ അടുത്ത് പോയിട്ട് കളക്ക് വെക്കലൊക്കെ ഉണ്ട് ഇല്ലേ? അതൊന്നും പോരാ. അതുകൊണ്ടൊന്നും പാസ്സാവാൻ പറ്റുന്നില്ല. പഠിച്ചതന്നെ പാസ്സാവുള്ളൂ. ഒരു സംശയവും വേണ്ട, പഠിച്ചതന്നെ പാസ്സാവുള്ളൂ. ഭഗവാന്റെ അടുത്ത് പോയിട്ട് അതിന് വലിയ താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടാനുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ചോദിച്ചാൽ ഇല്ലേ, ഭഗവാൻ നോക്കിയില്ല. ഇങ്ങനത്തെ ഒരേ ചിന്തകളൊക്കെ
തെറ്റാ. ആ താൽക്കാലിക ഭക്തി ഒന്നും പോരാ, അതായത് കൃത്യമായിട്ടുള്ള ഭക്തി വേണം. അതാ പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോ എന്താ വേണ്ടിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് സംസാരിക്കണം. നമ്മൾ എന്ത് വിചാരിക്കും? ഭഗവാൻ നമ്മുടെ പറയണതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. എവിടെ കേൾക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കേൾക്കണതാരാ? നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ തന്നെ കേൾക്കണം, ഇല്ലേ? അതിന്റെ തത്വമസി. നമ്മൾ കഷ്ടപ്പെട്ട് അയ്യപ്പന്റെ അടുത്ത് പോയിട്ട് കുറെ കഷ്ടപ്പാട് അനുസരിച്ചിട്ട് ഭഗവാനോട് വലിയൊരു ഫോട്ടോ എഴുതി തത്വമസി എന്ന്. എന്താന്റെ അർത്ഥം? തത്വമസി. ഞാനെന്ത് ഈ കണ്ടതല്ല ഒന്ന് തന്നെയാണ്. എന്നിട്ട് അങ്ങോട്ട് വന്നത് വീട്ടിൽ കണ്ടാൽ പോലെ. വീട്ടിൽ കാണാത്ത കാരണം കൊണ്ടല്ലേ അവിടേക്ക് പോണത്. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് നമ്മൾ പോയി ഒരു 4-5 മണിക്കൂറൊക്കെ എടുത്തിരുന്നു. ആ 4-5 മണിക്കൂറിന്റെ ഉള്ളില് എന്തൊക്കെ 4 വട്ടം സഹസ്രനാമം ചൊല്ലിയിട്ടുണ്ടാവും, ഇല്ലേ? കുറെ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും, കുറെ കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ലേ? എത്ര നേരം ആ സഹസ്രനാമം കൊണ്ടിരിക്കുക. അപ്പൊ ഇടയ്ക്ക് ആൾക്കാരെയും കൂടെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, 2 പേരും പോകാൻ പാടില്ല പറയുക. കാരണം ഇതിലേക്ക് 2 പേരും മുമ്പ് എന്തെങ്കിലും കുറ്റം പറയുന്നേ, കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് പോവാ എപ്പോഴും. അവിടെ ചെല്ല, ഭഗവാനോട് സംസാരിക്കുക, പ്രാർത്ഥന അവിടെ സംസാരിക്കുക. ഇനിയിപ്പോ അപ്പൊ എന്തുണ്ടാവും? അവിടെ ധ്യാനം നമുക്ക് വരും. എന്താ ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു ഭഗവാനോട് സംസാരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന കാണുമ്പോൾ നമ്മൾ എന്താ കാണുക? ഭഗവാനെ മനസ്സിൽ കാണുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തില് 5 മണിക്കൂർ ക്യൂ നിന്ന് ഗുരുവായൂരപ്പന്റെ മുമ്പിലെത്തി ഒരു നോട്ടം നോക്കും. എന്താണ്ടാവുക? പിന്നെ നമ്മുടെ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ ഞാൻ ഗുരുവായൂരപ്പന്റെ പോയിരുന്നു. അത് വ്യത്യാസം തോന്നുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ ഭഗവാനെ കണ്ടിട്ട് നേരെ കണ്ണടയ്ക്കും. എന്തിനാ കണ്ണടയ്ക്കണേ? ഭഗവാനെ കാണുന്നില്ല 5 മണിക്കൂർ ക്യൂ നിന്നത്. എന്തിനെ കൊണ്ട് കണ്ണടച്ചത്? അവിടെ ഒരു ചോദ്യമില്ലേ? ഭഗവാനെ നമുക്ക് കണ്ണില് നമ്മുടെ മനസ്സിനെ കാണാൻ പറ്റുള്ളൂ. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മളിപ്പോ വന്നിരുന്ന കയ്യൊക്കെ വന്നിരുന്നിട്ട് ഓങ്കാരൊക്കെ ചൊല്ലിയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒതുങ്ങുമ്പോൾ കണ്ണടച്ചിരിക്കും. ഓങ്കാരം ചൊല്ലുമ്പോൾ ആരെയും കണ്ണുറപ്പിച്ച് ഓങ്കാരത്തിലാണല്ലോ. എന്തേ? ചിന്തിക്കണം. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഭാഗവതത്തിലൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം എന്ന് പറഞ്ഞാൽ അതായത് ജ്യോതിപ്പിക്കുന്നവൻ എന്നർത്ഥം. അതായത് പ്രകാശിപ്പിക്കുന്നവൻ. അതായത് ജ്യോതിപ്പിക്കുക പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശിപ്പിക്കുന്നവൻ, കൂട്ടിച്ചേർക്കുന്നത്. ഇതൊക്കെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഭഗവാന്റെ അർത്ഥം നമുക്കറിയില്ല, ഈശ്വരന്റെ അർത്ഥം നമുക്കറിയില്ല, ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അതേമാതിരി ഭക്തി എന്താ? ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഭഗവാനെ വിശ്വസിക്കുന്നതാണ് ഭക്തി. നമ്മൾ എന്തിനാ അങ്ങോട്ട് പോണത്? ഭക്തി കാരണം അല്ലേ? ഭഗവാനുള്ള വിശ്വാസം നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ഭഗവാനെ വിശ്വസിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് ജ്ഞാനം എന്ന് കേട്ടിട്ടുണ്ട്. സത്താവിനൊക്കെ കേട്ടവർക്ക് ജ്ഞാനം, വൈരാഗ്യം, ഭക്തി, ജ്ഞാന, വിരാഗം കേട്ടിട്ടുണ്ട്. എന്ത് ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഭഗവാനെ അറിയുന്നതിനെയാണ് ജ്ഞാനം. അപ്പോ ഈ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് എന്തുണ്ടായി? വൈരാഗ്യം. ആ വൈരാഗ്യമല്ല, തല്ലുകൂടുന്ന വൈരാഗ്യമല്ല, എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. എന്താ വിശ്വസിക്കാത്തത്? നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇല്ല. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഈശ്വരനെ ഞാൻ കാണേണ്ടതുണ്ട്. നിങ്ങളും അതേമാതിരി എന്തെങ്കിലും ഈശ്വരനെ കാണണം. എന്നാൽ മാത്രമേ അവിടെ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതന്നെയാണ് ഈ പോയിട്ട് ഇത്രയും കാര്യം. എല്ലാറ്റിലും ഈശ്വരനുണ്ട്. അപ്പൊ എന്തിന്റെയും ആ ഒരു വരണ്ടെന്നുണ്ടെങ്കിലും ഒരു ജീവി ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഈശ്വരഭാവം നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയാണ് ആദ്യം കോഴിയുണ്ടായ മുട്ടയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരം. കോഴിയിലുണ്ട് ഈശ്വരൻ, മുട്ടയിലുണ്ട് ഈശ്വരൻ. വെറുതെ മുട്ട പൊട്ടിയിട്ടാണ് ഉണ്ടായതല്ല. ആ ഈശ്വര ചൈതന്യം പുറത്തേക്ക് വന്നപ്പോഴാണ് അത് കോഴിയായിട്ട് മാറിയത്. അപ്പൊ അതിനുള്ളിലുള്ള ഈശ്വരനും കോഴിയാവുന്ന ഈശ്വരനും ഒന്നേ ഉള്ളൂ. 2 കോഴിമുട്ടിയില്ല, കോഴി ഉണ്ടായിട്ടില്ല. ആ ഒരു അദ്വൈത സിദ്ധാന്തത്തെയാണ് നമ്മൾ ഭാഗവതത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്.
ഞാൻ എന്താ ഇതൊക്കെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ 38 വർഷമായിട്ട് നിങ്ങൾ ഭാഗവതം കേട്ട് ഈ ഹിന്ദുക്കാരുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല, ഏഴരയ്ക്ക് നമുക്ക് നൃത്തം വേണം, 7:20 തന്നെ അവിടെ എവിടെ എത്തിയിട്ടില്ല, ഭാഗവതം ഒരു പേജ് പോലും പോന്നിട്ടില്ല. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മള് ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ നമ്മള് മോക്ഷം നമ്മളിപ്പോ എന്തിനാ ഭാഗവതം വായിക്കുന്നത്, പുസ്തകം നാരായണിക വായിക്കുന്നത്? മോക്ഷം കിട്ടാൻ. എന്താ മോക്ഷത്തിന്റെ അർത്ഥം? എന്താ മോക്ഷത്തിന്റെ അർത്ഥം? ഒരു ചോദ്യം. മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം. മോഹം എന്ന് പറയുന്ന അർത്ഥം ആഗ്രഹം. എന്തിനാ ആഗ്രഹിക്കുന്നത്? ഈ പ്രപഞ്ച വസ്തുക്കളിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചാൽ മോക്ഷം. മനസ്സിലാവുണ്ടല്ലോ? മോഹങ്ങളുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലേ, ഇപ്പൊ എനിക്കിപ്പോ ഒന്ന് പായസം വെച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ജയിച്ചു. ഉപേക്ഷിച്ചപ്പോ നമ്മൾ ജയിച്ചു. ആ ആഗ്രഹത്തെ ഇല്ലാതെ, അതായത് മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഗോഡ് ഒരു വാക്കുണ്ട്, GOD, ഗോഡ്. എന്താ അർത്ഥം? ദൈവം ഇല്ലേ? എന്താ? G stands for what? O stands for what? D stands for what? God എന്ന് പറഞ്ഞാൽ അർത്ഥം God. G stands for generation. ഉണ്ടാക്കുക, ജനറേറ്റ് ചെയ്യുക അല്ലേ? ജനറേഷൻ. അതായത് അതുമാതിരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ. ജനറേഷൻ ആരാ ചെയ്യണത്? ബ്രഹ്മദേവൻ ചെയ്യണം. സൃഷ്ടി. അതിന് നിലനിർത്തുന്നവരാണ് ഓർഗനൈസ് വീട്ടില് പഞ്ചസാരയും അടുക്കളയിലെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തല്ലേ? ആരാ ചെയ്യാം? നമുക്കെന്താ അറിയോ? വേഗം മനസ്സിലാക്കാൻ പറ്റിയ ഏരിയ അടുക്കളയിലെ കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോ ഉദാഹരണങ്ങൾ അങ്ങനെ എടുക്കുക. അപ്പൊ സൃഷ്ടിയെ പറ്റി പഠിക്കണമെങ്കിൽ അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യമാണത്. അപ്പോ ജനറേഷൻ എന്ന് പറഞ്ഞെങ്കിൽ G stands for generation, O stands for organization, D stands for destruction. എന്താ? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതന്നെയാണ് ഗോഡ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറയുന്നുള്ളൂ. ഇങ്ങനെ ഓരോരോ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഭാഗവതത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു, അതായത് വേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവ് അഥവാ ബോധം എന്നുള്ളതാണ്. ഇപ്പോ അതിനുശേഷം കുറെ ഭാഗവത മഹാത്മ്യത്തില് ഈ ഭക്തിനാരദ സംവാദത്തിലൂടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാൻ ചെന്നപ്പോ ആ ഭാഗവതത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു? ഈ അതായത് ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദേവകളൊക്കെ വന്നിട്ട് സുഖം സർവേ സ്വകാര്യകുശലാസുര കഥാസുവായ പ്രയച്ഛസ്യ ഗൃഹീത്വൈവ സുധാമിമാം. പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏ ശ്രീശുക ബ്രഹ്മർഷി, ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരും, പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണ്ട. വേണമെങ്കിൽ ഞാൻ അമൃത് ആണെങ്കിൽ ഈ ഭക്ഷകനിൽ നിന്ന് കഴിക്കണമെങ്കിൽ ഞാൻ അമൃത് കൊടുക്കാം, പക്ഷേ പറഞ്ഞു കൊടുക്കണ്ട, ആ ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരും. ദേവന്മാർക്ക് പോലെ കിട്ടുന്ന സാധനമാണ് മനുഷ്യന്മാർക്ക് കിട്ടിയിരിക്കുന്നത്. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗവതത്തെ ദേവന്മാർക്ക് പോലെ കിട്ടിയിട്ടില്ല. ഭാഗവതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഈ ഭാഗവതത്തില് അടങ്ങിയിരിക്കുന്നത് ഇത് കേട്ടപ്പോ എന്തുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോ രാജാവ് അമൃത് കഴിച്ചോട്ടെ, അതാ പറഞ്ഞത്, ഏവം വിനിമയേജാദേശുധാരാജ്ഞ പ്രതീയതാം പ്രഭാസ്യാമോ വയം സർവം ശ്രീമദ് ഭാഗവതാമൃതം. ഭാഗവതം അമൃതാണ്. ആ അമൃത് ദേവന്മാര് ചോദിച്ചു വാങ്ങിയപ്പോ കൊടുത്തില്ല. അപ്പോ ശുഗൻ വിചാരിച്ചു എന്നാ പറയുന്നത്. എന്താ? പറയാണ്, ഭാഗവതം എവിടെ കിടക്കണു? ദേവന്മാരെ വിചാരിച്ചു എന്നാ പറഞ്ഞത്. അമൃത എവിടെ കിടക്കണു? ഭാഗവതം എവിടെ കിടക്കണു? അപ്പൊ അമൃതനേക്കാൾ ഉത്കൃഷ്ടമായ സാധനമാണ് ഭാഗവതം എന്നുള്ളതാണ് മാഹാത്മ്യത്തിൽ പറയുന്നത്. അപ്പൊ അമൃത കഴിക്കണേക്കാട്ടിൽ ഏറ്റവും നല്ലത് ഭാഗവതം. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി.
ഈ പറഞ്ഞ ഇത് പ്രത്യക്ഷമായിട്ടുള്ള കൃഷ്ണനാണ് ഭാഗവതം. ആ ഭാഗവതത്തെയാണ് നമ്മൾ 7 ദിവസം കൊണ്ട് നമ്മൾ പറയാൻ പോണത്. അതിനുശേഷം ബ്രഹ്മദേവൻ വന്നിട്ട് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചിട്ടുള്ള ആ 4 വേദങ്ങളും പുരാണങ്ങളും എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ചു. ഈ ഭാഗവത പുസ്തകം തട്ടിൽ വെച്ചപ്പോഴും ഇത് ഉയർന്നുകൊണ്ടേ നിന്നു. താഴ്ത്താൻ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെയാണ് അതാണ് അതൊക്കെ ഇതിൽ പറയുന്നത്. ഇങ്ങനെ പറയാണ് ഈ ശൗനകാദി മഹർഷിമാരുടെ സംശയം ചോദിക്കണം. ഇതിലൊക്കെ ഒരു സംശയങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോ ഈ സനകാദികൾ വന്ന് നാരദൻ പറഞ്ഞ നമ്മളെ കത്തിക്കുന്നത് റേഷനിക്കാരനല്ല നാരദൻ. റേഷനല്ല അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതായത് നാരദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരായണനെ ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. നാരായണനെ കൊടുക്കുന്നവൻ എന്നർത്ഥം ഇല്ലേ? നമ്മുടെ ധ്രുവന് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ മാതിരിയാണ്. അപ്പോ ഈ ഒരു ഭക്തൻ ഭഗവാനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാരായണനെ കൊടുക്കുന്നതാണ് നാരദൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചോദിക്കാണ്, ഒരിക്കലും ഇരിക്കാൻ സാധിക്കാത്ത ആ നാരദൻ എങ്ങനെയാണ് 7 ദിവസം സപ്താഹത്തെ കേട്ടത് എന്നൊരു ചോദ്യം. അപ്പൊ പറയാണ് അതുമാതിരി ഈ സുഖം പറഞ്ഞു കൊടുക്കാണ്. ഇത് നാരദൻ പിതാവായിട്ടുള്ള ആ ബ്രഹ്മാവിൽ നിന്നാണ് ഭാഗവതം പഠിച്ചത്. അതാണ് ചതുശ്ലോകി ഭാഗവതം എന്ന 4 ശ്ലോകങ്ങളിൽ കൊണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിന്നാണ് ഈ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഭാഗവതമേവ അഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. 4 ശ്ലോകങ്ങളിൽ ഉള്ള അർത്ഥങ്ങളൊക്കെ ബ്രഹ്മത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീശുദ്ധ ബ്രഹ്മർഷിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോ ഒരു ദിവസം ഈ നാരദൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ സനകാദി മഹർഷിമാര് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. നാരദ, എന്ത് പറ്റി? മുഖത്ത് എന്ത് പറ്റി? എന്താ ഉണ്ടാതിരിക്കുന്നത്? എന്താണ് കഥം ബ്രഹ്മണ്ടീനമുഖ ഭവാൻ ത്വരിതം ഗമ്യതേ പുത്ര ഉദശ്ചാഗമനം പറയാണ്. എന്തേ പറ്റിയത്? എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? നാരദൻ പറയാണ്, സനകാദി മഹർഷിമാരെ, ഞാന് ഭൂമിയിലേക്ക് പോയിട്ടായി. എന്താണ് അഹം പൃഥ്വി വിദ്യാവോ ഞാത്തു ആ സർവോത്തമാവിധി, ഭൂലോകമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വെച്ച് പോയപ്പോ അവിടെ പോയപ്പോ ഞാൻ പോയി എന്നാ പറഞ്ഞത്. പോയപ്പോ എനിക്കവിടെ ഹരിക്ഷേത്രം കുരുക്ഷേത്രം എല്ലായിടത്തും ഞാൻ കറങ്ങി നടന്നു. അപ്പൊ അവിടെ പോയപ്പോ എന്റെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ കലികാലം ആരംഭിച്ചിരിക്കണോ എന്നാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം നാസ്തി. നമ്മളൊക്കെ ഇപ്പൊ കലികാലത്തിരിക്കണം. കല്യാണം തുടങ്ങിയിട്ട് ആകെ കുറച്ച് കാലം 5000 വർഷങ്ങളായിട്ടേ ഉള്ളൂ. എന്നിട്ട് 4,32,000 വർഷങ്ങൾ കലികാലം കിടക്കുന്നുണ്ട്. ഈ കലികാലത്ത് നമ്മളൊക്കെ എങ്ങനെയൊക്കെ നമുക്കുള്ള ആയുസ് 100 വയസ്സൊരു ആയുസുള്ളൂ ഇല്ലേ? അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ നമുക്ക് മനുഷ്യനെ വന്നിട്ടുണ്ട്. എന്തിനാ നമുക്ക് ഭാഗവതത്തെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ജന്മത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി നമ്മള് ഓരോ ജന്മങ്ങളായിട്ട് എടുക്കേണ്ടി വരും. പശുവായിട്ട് ആളായിട്ട് എടുക്കേണ്ടി വരും. അവിടെ ഇരിക്കേണ്ടി വരും. അതാ പറയണത് സത്യം നാസ്തി. സത്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല. തപ ശൗചം, തപസ് ഇല്ല. വൃത്തി ശൗചം അതില്ല. ദയ ഇല്ല. ദാനമില്ല. വിദ്യത, വിദ്യ പോലും ഇല്ല. ആൾക്കാരൊക്കെ ഇല്ലെന്നാ പറഞ്ഞത്. പരിഗാനത്തിലെ അനുമതി വർദ്ധിക്കാണ്. പിന്നെന്താണ്? ഉദരം ഭരിണോ, അവനവന്റെ വയറ് വൃദ്ധിക്കാനുള്ളതാണ് മനുഷ്യന്മാർ ചിന്തിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ലഭിച്ച് ആര് പോയതാണ്? നാരദൻ വന്നിട്ട് പോയിട്ട് പറഞ്ഞു കൊടുക്കാണ്. ഇതൊക്കെ കണ്ടിട്ട് നാരദന് വിഷമായി. ഭഗവാന്റെ നാമൊന്നും ആരും ഉച്ചരിക്കണില്ല എന്ന് കണ്ടപ്പോ അവിടെ പറയാണ്. പിന്നെന്താണ്? ആ ജീവന്മാരൊക്കെ വരാഹ കൂടഭാഷണ പറഞ്ഞു. അതായത് നിസ്സാരന്മാരായിട്ടുള്ള ആൾക്കാരാണ്. വരാഹം ഇതിന്റെ കൂടഭാഷണ പറഞ്ഞെങ്കിൽ കള്ളത്തിലേ പറയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്താണ്. നാരദൻ ആർക്ക് പറഞ്ഞു കൊടുത്തതാണ്? നമ്മളൊക്കെ എന്തെങ്കിലും ആൾക്കാര് എന്നിട്ട് പറയാണ് മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യാധിപദ്രുത. അതായത് ഈ മന്ദന്മാര്, അതായത് ആചാര്യശൂന്യന്മാര്, അവരൊക്കെ ഈ മറ്റുള്ളവരെ അശക്തന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാ പറയണത്. അതുമാതിരി പാകടന്മാര് അതുമാതിരി ഓരോന്ന് എന്താ പറയാ ഭഗവാനെ പറ്റിയിട്ട് ഉപദേശിക്കാൻ തുടങ്ങി. അനച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കില്ല. അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ
ഇവരൊക്കെ ഉണ്ടല്ലേ കളിയാക്കി പറഞ്ഞൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കേതു അതുമാതിരി എന്തൊക്കെ ചൊവ്വാദോഷമൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്നുമല്ല, നമ്മളെ കൊണ്ട് അധിക ദോഷം. അതായത് ഈ ശനിക്കൊക്കെ ശനി ഇപ്പൊ നമ്മളിപ്പോ ശുക്രൻ എന്നൊക്കെ നമ്മൾ പറയണില്ലേ, നമ്മൾ ജനിക്കുക കാരണം കൊണ്ട് അധിക കഷ്ടപ്പാട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. അതിനൊരു ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുമാതിരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പറയാണ്. പിന്നെന്താണ് തരുണി പ്രബുധാഗേഹേ, സ്ത്രീകളാണ് തരുണി. എന്താണ് പ്രബുധാഗേഹേ, വീട് ഭരിക്കുക. ഞാൻ പറഞ്ഞില്ല, അപ്പൊ നമുക്ക് തീരുമാനിക്കാം ഇല്ലേ? അതായത് സ്ത്രീകളാണ് തരുണി പ്രബുധാഗേഹേ ശ്യാലകോ ബുദ്ധിദായക, കോമാളികള്. ശ്യാലകം പറഞ്ഞ കോമാളികള് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ആളുണ്ട് കൈകാലത്തില്. വേണ്ടാത്ത പറഞ്ഞു കൊടുക്കും, അത് ചെയ്യാൻ പാടില്ല. ഓരോരുത്തരെന്ന് പറയും മറ്റൊരാളുടെ നാവ് എന്നിട്ട് പൊത്തയ്ക്കാൻ പറഞ്ഞാൽ അതിനെയും പറയണത് വേണ്ടാത്ത ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണതാണെന്ന് പറയുന്നത്. അങ്ങനെ അതുപോലെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാവിക്രയണോ എന്ന് പറഞ്ഞു. അതായത് ധനത്തിന് വേണ്ടിയിട്ട് കന്യകമാരെ വിൽക്കുന്ന ഒരു കാര്യം പറയാണ്. അതുമാതിരി ലോഭാത്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ദമ്പതിനാംശ കൽക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടികൂടും. ഇതിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് അടികൂടുന്നത് ഭഗവാനെ ശനകാന്തി മഹർഷിമാരെ ഞാൻ കാണുകയുണ്ടായി. ഇനി മാത്രമല്ല പറയാണ് ഈ ആശ്രമങ്ങളും അമ്പലങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. എന്റെ വാക്കൊന്നുമില്ല പറയാൻ കാരണം നമ്മൾ പറയാറില്ലേ, രാമന്റെ മന്ദിരം എന്നൊക്കെ പറഞ്ഞില്ലേ അയോധ്യ. അതാ പറഞ്ഞത്. ആരെ പറഞ്ഞത്? യവനെ എന്ന് പറഞ്ഞു. യവനാരാ വരുന്നുണ്ട് ദശമസ്കന്ധത്തില്. കാലയവനൻ ഇല്ലേ? കാലയവൻ ആരാ വധിച്ചത്? ഭഗവാനല്ലേ? അപ്പൊ യവനന്മാരാരാ? ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ ബുദ്ധിമുട്ടാ, അതായിട്ട് മാറോട്ട് വേണ്ട. അതാ പറഞ്ഞത്. ഇവിടെ ഭാഗവതത്തിൽ ഓരോരോ വാക്കുകൾക്കും അതിന്റെ അർത്ഥങ്ങളുണ്ട്. യവനന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആരായോഗ്യ പിടിച്ചിരുന്നെങ്കിലും ആൾക്കാരുണ്ട് യവനന്മാര്. അതാ പറഞ്ഞത്. ആശ്രമാണ് യവനെ തീർത്ഥാനി സരസ്വത. ഗംഗയുടെ തീർത്ഥ കൊടുക്കെ ശബരിമല പോയിട്ട് നോക്കൂ. ആ പോയിട്ടറിയാം. ഭക്ഷണം ഹോട്ടലിന്റെ ഉള്ളിലൊക്കെ അയ്യപ്പന്റെ ഹോട്ടലുകൾ ഉണ്ടാവും. തൊട്ടടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നുമില്ല. എന്താ കാരണം? ഇതൊക്കെ എന്റെ വാക്കുകൾ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കലികാലത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ആരും കുറ്റം പറയുന്നില്ല. അവരുടെ ബിസിനസ് അങ്ങനെയാണ്. അതാ പറഞ്ഞത്. എന്ത് പറയാണ്? യോഗി നിങ്ങൾക്ക് പോരാടിക്കുന്നുണ്ടോ? ഏഴരയ്ക്ക് സമയമുണ്ട്. ഞാൻ കഴിച്ചതാണ്. നിങ്ങൾക്കൊക്കെ വീട്ടിലെത്തേണ്ടതെന്ന് അറിയാം. എന്തായാലും അധികം വീട്ടിൽ കൊണ്ടുപോകണമെന്നില്ല. നമുക്കത് ഓക്കെ പറയാം. അതാ പറഞ്ഞത്. ഇവിടെ അങ്ങനെ പിന്നെ പറയാണ് നാരദമഹർഷി പറയാണ് അട്ടശൂല ജനപദ ശിവശൂല ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലൗഇഹ. കരികാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അട്ടശൂല, അട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നം. ഒന്ന് റോഡ് നോക്കി നോക്കൂ. കാശുണ്ടാക്കാൻ തട്ടുകടിയുണ്ട്, ഹോട്ടലുകളുണ്ട്, പലതരത്തിലുള്ള ഹോട്ടലുകളുണ്ട് ഇല്ലേ? കടിച്ചു നിൽക്കുന്നതും ഇല്ലാത്തതും ഒക്കെ ഹോട്ടലുകൾ ഇഷ്ടംമാതിരി ഉണ്ട് ഇല്ലേ? അതാണ് അട്ടശൂല. അടുത്ത കാലത്തൊക്കെ തണ്ണീർ പന്തല് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അധികമൊന്നും അറിയില്ല. റോഡ് സൈഡിൽ വെള്ളം വെറുതെ കൊടുത്തിരുന്നു, ഒരു വെള്ളം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഫ്രീ. അതാ പറഞ്ഞത്. അതായത് ഈ അന്നം വിറ്റ് ജീവിക്കുകയാണ് നമ്മുടെ അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത്. ഒന്നും ദേവലോകത്തിലൊന്നും ഇല്ല. പോയ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഇത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെന്താ പറയണത്? അട്ടം പറഞ്ഞ ശിവശൂല. ശിവൻ എന്ന് പറഞ്ഞെങ്കിൽ വേദം. ശിവൻ എന്ന് പറഞ്ഞ വേദസ്വരൂപൻ ഇല്ലേ? നമ്മള് ശിവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശവം എന്നും പറയില്ലേ? ഇല്ലേ? ശിവന്റെ ഈ വികാരം പോയിട്ടുണ്ടെങ്കിൽ ശവായിട്ട് മാറി. അപ്പൊ ഈശ്വരനാണ് ശിവൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയാണ്. അപ്പോ ശിവശൂല ദ്വിജാതയ. ദ്വിജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണൻ. ബ്രാഹ്മണന്മാരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേദങ്ങളെ വിറ്റ് കാശാക്കുന്നു. എന്റെ വാക്കല്ല, ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയൂല്ല. അതുമാതിരി കാമിന്യ കേശശൂലിന്യ, അതായത് സ്ത്രീകള് വേശ്യാവൃത്തി സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് പറയുന്നത്.
അതാണ് കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലോമിഹ. ഈ കലികാലത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേട്ട് സന്തോഷിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നാരദൻ. അങ്ങനെ നാരദൻ പോണ സമയത്ത് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ശ്രീകൃഷ്ണന്റെ ആ പോണ വഴിക്ക് ആദ്യം കണ്ടു ഭക്തിയെ കാണുണ്ടായി. അത് ഭക്തിയുടെ മടിയില് ജ്ഞാനം വൈരാഗ്യം എന്നിവർക്ക് നിങ്ങൾക്ക് അറിയേണ്ട കഥയായിരുന്നു. ഞാൻ എനിക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അത് എനിക്ക് 10 മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ട്. അതാണ്. അപ്പൊ ആ കഥകളൊക്കെ എവിടെയും നാളെ സമയങ്ങളിൽ പറയാം. അതിന് നമ്മൾ ദുന്ദുകാരിയുടെ കഥ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ദുന്ദുകാരി ആരാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഈ ദുന്ദുകാരി പറയുന്നത് ആ കഥയെക്കാട്ടുണ്ടെങ്കിൽ തുംഗഭദ്ര നദീതീരത്ത് ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ തന്റെ പത്നിയായിട്ടുള്ള ദുന്ദുലി പറഞ്ഞിട്ടുള്ള പത്നിയായി ജീവിച്ചു പോകുന്ന പറയുന്നത്. അവളാണെങ്കിൽ തന്നിഷ്ടക്കാരിയാണ്, സുഖലോലുതയാണ്, സന്താനമില്ല. ആത്മദേവൻ ധനം മുഴുവൻ സന്താന ദുരിതം കഴിയാൻ വേണ്ടിയിട്ട് ദാനം ചെയ്തൊക്കെ നമ്മളും ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോ അങ്ങനെ ആ ഒരു കഥയിലൂടെ ഒരു നമ്മൾ കേട്ടിട്ടുള്ള 7 കമ്പുകളുള്ള ഉണക്ക നാട്ടിൽ കേട്ടൊന്നും അറിയില്ല. ഇല്ലെങ്കിൽ നാളെ കാലത്ത് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ നമുക്ക് നിർത്തേണ്ട സമയമായിരുന്നു, നമുക്ക് ലേറ്റ് ആയിപ്പോയി. അപ്പൊ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ ഒരു കാര്യം അത് ഈ കഥ കേട്ടിട്ട് മാത്രം പോരാ, ആ കഥയുടെ തത്വം എന്താണെന്ന് അറിയണം. ആരാണ് ഈ ആത്മദേവൻ, ആരാണ് ഈ തുംഗഭദ്ര, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് കിടക്കാം. നാളെ കാലത്ത് നമുക്ക് 6 മണിക്ക് കാലത്ത് ഇവിടെ സഹസ്രനാമങ്ങളൊക്കെ ചെല്ലും. അതേമാതിരി ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതായത് വിഷ്ണു സഹസ്രനാമങ്ങൾ നമ്മൾ ചെല്ലണത്. അതുപോലെ തന്നെ കാലത്ത് ഈ നാളത്തെ കാലത്ത് പറയാം. കാലത്ത് 6 മണിക്ക് ഈ അഷ്ടോത്തര നാമാവലികളും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേമാതിരി നാമങ്ങളൊക്കെ ചെയ്യും. ഒരു 6:45 വരെ ഭജനി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നീങ്ങും. അതിനുശേഷം 6:45 ശേഷം കുറച്ച് വായിക്കും. ഒരു 8-8:30 ആകുമ്പോഴേക്കും കുന്തിസ്തുതി നമുക്ക് കഴിക്കണമെന്നുണ്ട്. സ്തുതികളൊക്കെ പറയണം. പിന്നെ അതിൽ ജന്മാദ്യസ്യ എന്ന ശ്ലോകത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അപ്പം തന്നെ പറയണം. കുറേ വായിച്ചു തീർക്കാനാണ് എനിക്ക് സമയം കിട്ടുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് കാലത്ത് എല്ലാവരും നേരത്തെ വന്ന് അതുമാതിരി ഗ്രന്ഥപൂജ പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട്. എല്ലാവരെയും നിർത്തി എന്നിട്ട് ആ ശ്ലോകങ്ങൾ എഴുതി തരും. എല്ലാ ഈശ്വരന്മാരും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അത് പറഞ്ഞു തരും. അത് പ്രകാരം ചെയ്യാം. എല്ലാ ഇതൊക്കെ നമുക്ക് ആ ഭഗവാനെ അറിയാനുള്ള ഒരു വഴികളായിട്ട് മാത്രം കണ്ടാൽ മതിട്ടോ. ഇങ്ങനെ ഗ്രന്ഥപൂജകൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഒരു 12:30-12:45 നമ്മൾ നിർത്തും. കാലത്ത് 8:30 നിർത്തി 9 മണി വരെ ബ്രേക്ക് ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം വൈകുന്നേരം പിന്നെ പറഞ്ഞ മാതിരി 6 മണിക്ക് തന്നെ നിർത്താൻ തോന്നുന്ന 6:15 എത്തിയാകുമ്പോഴേക്കും എല്ലാ അവതാരങ്ങളൊക്കെ തീർക്കണം. 6:30 നമ്മൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒഴിച്ചിട്ട് എല്ലാവരും പോവാം. ആ രീതിയിൽ നമുക്ക് നാളത്തെ ഇന്ന് കുറച്ച് സമയം എടുത്ത് തുടങ്ങാനും ലേറ്റ് ആയിപ്പോയി. അതായത് സാധാരണ ആഹാരങ്ങളൊക്കെ നമ്മളൊക്കെ 3 മണിക്ക് തുടങ്ങും. ഇവിടെ നിർത്തിയില്ല. 5:30 തുടങ്ങിയത് കാരണം അത് ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞില്ലേ ആകെ 10 ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ 6 അധ്യായങ്ങളിൽ 10 ശ്ലോകത്തിന്റെ അർത്ഥം കൊണ്ട് ഒന്നും ആവാൻ പോകില്ല. എന്നാലും ഇല്ല, നമുക്ക് സമയങ്ങളുണ്ടല്ലോ. അത് ഇതിനെക്കാട്ടിലും ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും നാളെ കാലത്ത് എല്ലാവരും 6 മണിക്ക് വന്നതിന് ശേഷം അതുമാതിരി വേറൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ കുറച്ച് ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ഇവിടെ വന്നു. നമ്മുടെ എങ്ങനെയാണ് ഈ പറഞ്ഞ മാതിരി അമ്പലങ്ങളുടെ സപ്താഹങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു പരിശ്രമം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോ നെയ്വിളക്ക് വയ്ക്കുക എന്ന് പറഞ്ഞത് വലിയൊരു തത്വമാണ്. അതിനൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് എന്തിനാണ് വടക്കന്മാരി കഴിക്കണത്, എന്തിനാണ് പുഷ്പാഞ്ജലി കഴിക്കണത്, എന്തിനാണ് നെയ്വിളക്ക് വയ്ക്കണത്, എന്തിനാണ് പാലഭിഷേകം ചെയ്യുന്നത്, ഇവ കാര്യങ്ങളൊക്കെ അർത്ഥങ്ങളൊക്കെ നാളെ ഈ താത്വികപരമായിട്ട് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവൻ ഉണർവിന് വേണ്ടി ചെയ്യണ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നാളെ പറയാം. ഓരോ വഴിപാടുകളൊക്കെ ചെയ്യാം. ഒരു സഹസ്രനാമ അർച്ചനകൾ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൗണ്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മളിപ്പോ സപ്താഹത്തിന്റെ വേറെ ഉദ്ദേശങ്ങളും ഉണ്ട്. കാണിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ മുഴുവനുണ്ടെങ്കിൽ അതിനൊക്കെ കൊണ്ടുവരിക. എന്തായാലും അടുത്ത ശനിയാഴ്ച നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും അടുത്ത ശനിയാഴ്ച നമുക്ക് മക്കളെയൊക്കെ കൂട്ടി കൊണ്ടുവരിക.
മുടക്കമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാതൃ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു കാര്യം നമുക്ക് ചെയ്യണം. അതായത് അതിൽ വിവരങ്ങളൊക്കെ ഞാൻ പറയാം. അത് ആ മാതൃപഞ്ചകം എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയുണ്ട്. അത് നമുക്ക് പറഞ്ഞിട്ട് അത് പറയുമ്പോൾ നമുക്കതിൻ്റെ രീതികൾ നമുക്കത് ചെയ്യണത് എന്താണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഇതിനെ കൂട്ടിക്കടിപ്പിക്കാം. എന്താണ് അമ്മയുടെ ഇമ്പോർട്ടൻസ്, എന്താണ് ആ മാതാപിതാക്കളുടെ ഇമ്പോർട്ടൻസ് എന്താണൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അത് വഴിയിൽ വെച്ച് ചെയ്യാം. ഇതേമാതിരി കുറേ താത്വികപരമായിട്ടുള്ള കാര്യങ്ങളും കുറേ അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളോട് ചോദിച്ചു വരും, ഇത്രയുള്ളവർ പറയാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും കഥകളും പറയുന്നുണ്ട്, കഥകൾ വിട്ടുകളയണമെന്നില്ല. എല്ലാ കഥകൾക്കും ഓടിച്ച് പോയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ കുറേ കഥകളൊക്കെ കേട്ട കാരണം കൊണ്ട് അത് നമുക്ക് ഭംഗിയായിട്ട് 7 ദിവസം നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടും അതേമാതിരി അന്നദാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. എനിക്കൊരു അഭിപ്രായം കമ്മിറ്റിക്കാരോടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്നദാനം ചെയ്യുന്ന ആൾക്കാരെ ഉച്ചയ്ക്ക് എന്താണോ അന്നദാനത്തിന് വെച്ചിരിക്കുന്നത് അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ 3 കഴിപ്പിക്കേണ്ട കാര്യമായിട്ടു. അതിന് കഴിപ്പിച്ചതിന് ശേഷം ആ അന്നം ആരാണോ അന്നദാനം ചെയ്തത് അതിനെ അത് കൊണ്ട് കഴിക്കുകയും വേണം. അത് അതൊരിക്കലും ഇച്ചിരി നിർബന്ധ ബുദ്ധിയുണ്ട്. എല്ലായിടത്തും പോയിട്ട് ചെയ്യാം. അന്നദാനത്തിന് കാശ് മാത്രം വാങ്ങിച്ചാൽ പോരാ. ഇത് സമർപ്പണമാണ്. അതായത് എന്താണോ വെച്ചുണ്ടാക്കിയത് അത് വന്നിട്ട് ഭഗവാനോട് നിവേദിക്കണം. നിവേദിച്ചിട്ട് അവിടെ താഴ്ത്താൻ പൂജിക്കണം. അത് നടന്നോട്ടെ, ഇവിടെ അവിടെ കഴിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ. പക്ഷെ ഇത് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഭഗവാന് കൊടുക്കാനാണല്ലോ അന്നദാനം ചെയ്യണത്. അത് വെറുതെ പൈസ ആയിട്ടുള്ളൊരു കാര്യമില്ല. അന്നദാനം ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ചെയ്യാം. അതേമാതിരി കാലത്ത് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ നെയ്വളക്ക് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അത് കാലത്തിനെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഞാൻ ഓരോരോ വഴിപാടുകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ എന്തായാലും തൽക്കാലം നമുക്ക് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ധർമ്മേണ മാർഗേണ മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേണ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരവാണി ജന്മാന്തരകൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പദേ പദേ. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണ ഭൂതേശ പ്രസീദ പരമേശ്വര. കലകർമ്മയുഗം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവീതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരമന്ധം പ്രാണം ച സദ്ഗുരുഭ്യോ. എന്തായാലും ഇന്ന് നമുക്ക് തൽക്കാലം ഇന്നിപ്പോൾ പൂജകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് വളരെ മാത്രമേ വിളിച്ചത്. നാളെ കാലത്ത് തിരുമേനിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ വരും. ബോംബെയിൽ സപ്താഹം കഴിഞ്ഞിട്ട് തരണേ ഉള്ളൂ. രാത്രി 10 മണിക്ക് എത്തുള്ളൂ. നാളെ കാലത്ത് എല്ലാവരും എല്ലാവരും ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഭാഷണം ചെയ്യണ സമയത്ത് ഇതിലിങ്ങനെ ഓടി നടക്കണ്ട. അതേമാതിരി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വായിക്കുന്ന സമയത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അധികം പോയിട്ട് ഇതിനെ കണ്ടിട്ട് പോവുക. അങ്ങനെയൊക്കെ കുറച്ച് ഒന്ന് ചെയ്യുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പറയുമ്പോൾ ഫ്ലോ നമ്മൾ പറയുമ്പോൾ ഒരു ഫ്ലോ പോകും. അത് ഒഴിവാക്കി തന്നാൽ നന്നാവും. ഒരു കമ്മിറ്റിക്കാരൊക്കെ തീരുമാനിക്കുക ഇങ്ങനെ വേണ്ടെന്നുള്ളത്. അപ്പം അവരോടൊക്കെ നദിയെ വന്നിട്ട് കൊടുത്തിട്ട് പോകാൻ ഒക്കെ പറയാം. ഹരേ കൃഷ്ണ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ